അൾത്താരയോട് അടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കയറി ചെല്ലാൻ പോകുന്നത് എങ്ങോട്ടാന്ന് എനിക്കറിയാം. ഭയങ്കര പേടിയാണ്. സ്റ്റേജ് ഫിയർ അതികഠിനമാണ്. പക്ഷേ കയറി കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേന് ഒരു കൊതി തോന്നി എന്നുള്ളതാണ്. ആ കൊതിയായിരുന്നു എൻ്റെ ദൈവവിളി. ഇല്ല, ചാച്ചൻ എന്നോട് ചോദിച്ചു, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു, എന്നാത്തിനാന്ന് ചോദിച്ചു. ചേച്ചി ചോദിച്ചത്, ആരെ കാണിക്കാനാടാന്ന് ചോദിച്ചു. ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള അമ്മയുടെ മുമ്പിലാണ്, ബാക്കി കർത്താവിൻ്റെ മുമ്പിലായിരിക്കും. ആ കാര്യത്തിൽ മാത്രം കർത്താവിന് ഞാൻ സെക്കൻഡ് പ്ലേസ് കൊടുത്തെന്ന് തോന്നുന്നു. അമ്മയുടെ മുമ്പിലെല്ലാം കരഞ്ഞേ. അമ്മ എൻ്റെ ഒരു കുമ്പസാര കൂടായിരുന്നു. അമ്മ മുട്ടക്കുത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ പ്രീസ്റ്റ്ഹുഡ് അമ്മയുടെ മുട്ടയിലാണ്. ചാച്ചൻ ഒത്തിരി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ചാച്ചനെ ഒത്തിരി സ്നേഹിച്ച് പൈസ വാരിക്കോരി കൊടുക്കും. സഹായിക്കുവാണെങ്കിൽ എല്ലാവരും സഹായിക്കണ്ടേ. പക്ഷെ ചാച്ചൻ 2 പേരെ സഹായിക്കുള്ളത്. ഒന്ന് ഈ ബാറ് നടത്തുന്നവനെയും പിന്നെ കള്ളിഷാപ്പ് നടത്തുന്നവനെയും. ചാച്ചൻ എന്തോ അവരെ ഭയങ്കര ഇഷ്ടമാണ്. നിർത്തി. ഇറ്റ് വാസ് എ ബിഗ് മിറക്കിൾ. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഒന്നായിരുന്നു. എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അബ്രപ്റ്റ്ലി സ്റ്റോപ്പിംഗ്. ടിം ധ്യാനം കൂടിയിട്ടൊന്നല്ല, അമ്മ മുട്ടയിൽ നിന്നിട്ടാണ്. 29-ാം വയസ്സിൽ അച്ഛനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാച്ചനെ കെട്ടിയത്. കുടി നിർത്തം ഞാൻ ഒത്തിരി മുമ്പേ ആഗ്രഹിച്ച പോലെ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. ഫ്രം ദാറ്റ് ഡേ ഓൺവേഴ്സ് എൻ്റെ അപ്പനെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. വിട്ടുകൊടുക്കാൻ ശ്രമിച്ചു. Introducing Dazzler Eterna Blackfinity Kajal and Dazzler Eterna Kohl Definer. Embrace a cruelty-free beauty routine with the vegan Dazzler Eterna. Nourish your inner beauty. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ദ കെന്ന ഷോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് ഇത്ര ലളിതമായിട്ട് ഇത്ര സ്വീറ്റായിട്ട് ഇത് ഈ കെന്ന ഷോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? യെസ്, ഇന്ന് എൻ്റെ മുന്നിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സണാണ് ഇരിക്കുന്നത്. ഞാൻ ഇത്രയും നാളും സെലിബ്രിറ്റി ഇൻ്റർവ്യൂസാണ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അച്ചടക്ക രീതിയിൽ ഒരാളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ എന്താ പറയുക, മായാലോകത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നത് നല്ലതാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നൂലേ? യെസ്, അങ്ങനെ എനിക്കും തോന്നി ഒന്ന് റിയാലിറ്റിയിലേക്ക് വന്ന് എന്തൊക്കെയാണ് നടക്കണേന്നൊക്കെ ചോദിച്ചറിയാന്ന്. നമ്മുടെ ഷോയിൽ ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ഒരു വൈദികനാണ്. യെസ്, വൈദികൻ എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ എന്താ പറയുക, പല മുഖങ്ങളും ഒക്കെ ഓടുകുന്നുണ്ടാവും. പക്ഷേ ഈ അച്ഛനും അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ റീൽസിലൊക്കെ ഡെയിലി രാവിലെ എണീക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് നോട്ട്സ് ചിലവരുടെയൊക്കെ സജഷനിലൊക്കെ വരും. അങ്ങനെ സജഷനിലൂടെ വന്ന് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു വൈദികനാണ് ഇന്ന് എൻ്റെ ഷോയിലുള്ളത്. ഞാൻ ഏറെ ബഹുമാനപൂർവ്വം സ്നേഹത്തോടു കൂടെ തന്നെ ദ കെന്ന ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജിൻസ്, നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. Thank you so much. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര അച്ചടക്കത്തോടെ, എന്താ പറയുക, ഭയങ്കര മര്യാദയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷനും ഭയങ്കര ലളിതമായി. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടെ ലൗഡായിരുന്നു. ബഹളം അതെന്ന് വെച്ചാൽ കുറച്ച് എനർജറ്റിക് ആവണമല്ലോ. പക്ഷേ എന്താ പറയുക, അച്ഛനെ കാണുമ്പോഴും പൊതുവേ വൈദികരൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് എന്താ പറയുക, ഒരു ബഹുമാനവും അച്ചടക്കമൊക്കെ തന്നെ. അയ്യ, അങ്ങനെ ഉണ്ട്. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ദൈവാനുഗ്രഹത്തിലെല്ലാം നന്നായിട്ട് പോകുന്നു. ഓക്കെ, ഹാപ്പി ആയിട്ട് പോകണം. ഇത് ഫാദറിന്റെ ഇത് സജഷൻ, ഇങ്ങനെ പോഡ്കാസ്റ്റ്, ഒന്നാമത് ഇത് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് മാത്രം നടക്കുന്ന ഒരു ചാനലാണ്. വളരെ റെയർ ആയിട്ടാണ് വേറെ മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ വരുന്നത്. അപ്പം ഞങ്ങളോട് കുറെ ഞങ്ങളുടെ മീഡിയയിലുള്ളവർ തന്നെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഫാദറിനെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇതിലേക്ക് വിളിക്കാം എന്ന് തോന്നിയതെന്ന് ചോദിച്ചപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന്റെ എപ്പോഴും റീൽസിൽ ഇങ്ങനെ ഫാദറിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഫാദർ കൊടുക്കുന്ന ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് കട്ട്സ് കാണാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന്റെ നിർബന്ധമായിരുന്നു ഫാദറിനെ എൻ്റെ ചാനലിൽ കൊണ്ടുവരണം. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ നല്ല പിണക്കത്തിലാണോ, അതൊക്കെ എന്തിനാ അത് സജസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എങ്കിലും അതൊരു വലിയ നന്മയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതൊരു നല്ല കാര്യമാവണം തീർച്ചയായിട്ടും. ഒത്തിരി പേരും അങ്ങനെ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു പേഴ്സണലി ആസ് എ ഹ്യൂമൻ ബീങ്. കുറച്ച് പേരെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അവർക്ക് ഒരാശ്വാസമോ ഇല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് എൻ്റെ കുഞ്ഞു റീൽസ് കാണുമ്പോഴെങ്കിൽ അവർ കുറച്ചും കൂടെ ഒരു ദൈവാനുഭവത്തിലേക്ക് കുറച്ച് ശാന്തമാകാനൊക്കെ പറ്റുന്നു, വീണ്ടെടുത്തൊന്ന് എഴുന്നേക്കാനൊക്കെ തോന്നും. ഇത് പലരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ്. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു പാർട്ട് ദൈവാനുഗ്രഹത്താൽ ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയൊരു അനുഗ്രഹം, സന്തോഷം. കെന്നയെയും ഹസ്ബൻഡിനെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓഡിയൻസിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും എല്ലാ മഹത്വവും ദൈവത്തിന്. ഈ അച്ഛനും ഇപ്പം സോഷ്യൽ മീഡിയയിൽ അച്ഛൻ്റെതായ രീതിയിലൊക്കെ ഇപ്പം കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങളും യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ചോദിക്കുക, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു വൈദികൻ എന്ന നിലയിൽ സമയം കണ്ടെത്തുന്നത് വീഡിയോസ് എടുക്കാനും ഒക്കെ കാര്യങ്ങൾക്കും? നമുക്ക് എല്ലാവർക്കും ഈ 24 hours ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാനങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു മീഡിയ ഫീൽഡിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയതല്ല. 2017 എൻ്റെ ഓർഡിനേഷൻ. ഞാൻ കോട്ടയത്തുള്ള ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിലാണ് അന്നു മുതൽ ഇപ്പോഴും നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന പേരുള്ള ഒരു സന്യാസ സഭ, ഒരു മിഷണറി സഭയിലെ അംഗമാണ്. അതിൻ്റെ ഞങ്ങളുടെ ഒരു കുഞ്ഞു മിനിസ്ട്രി മാത്രമാണ് ഈ ധ്യാനകേന്ദ്രം. അപ്പോൾ അവിടെ ഒരു 1.5 വർഷമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു ആസ് എൻ ഇവാഞ്ചലൈസേഷൻ പോലും അങ്ങനെ ഒരു പ്രീച്ചിങ് പോലും ശരിക്കും തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ്. അതുവരെ ബേസിക്കായിട്ടൊരു വൈദികൻ ചെയ്യേണ്ട വിശുദ്ധ കുർബാന അർപ്പണം, ഡെയിലി പ്രെയർ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ടൊരു ബേസ് സ്പിരിച്വാലിറ്റിയിൽ അങ്ങ് ആരംഭിച്ചാണ്. ഒത്തിരി കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം അങ്ങനെ ചോദിച്ചാൽ ഒരു സമയം എങ്ങനെ ഇതിന് കണ്ടെത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് യുവർ പാഷൻ യു ഓൾവേസ് ഹാവ് ടൈം അല്ലേ. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് വേർഡ്, പാഷൻ എന്ന് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഒരു 2018 ലാസ്റ്റ് 2019 തുടക്കം മുതൽ എനിക്കതൊരു പാഷനായിട്ട് തോന്നി. ഒത്തിരി സെറ്റ് ബാക്സ്, ഒത്തിരി ഡ്രോബാക്സ്, വീഴ്ച, കുഴികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിഷ്ടമായതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തുകയാണല്ലോ. ഇപ്പോൾ ഓഫ് കോഴ്സ് ഒരു വൈദികൻ എന്ന നിലയിൽ ഡെയിലി ബൈബിൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ബലിയുടെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലോ ഒക്കെ ആയിട്ട്. പിന്നെ മെയിനായിട്ടൊരു പ്രീച്ചിങ് മേഖലയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ധ്യാനകേന്ദ്രത്തിൽ നമ്മളൊരു 100 പേരോ 200 പേരോ 300 പേരോ ഇപ്പം നമ്മളൊരു പള്ളികളിലൊക്കെ പോയി ധ്യാനങ്ങൾ നടത്തുന്നു, കൺവെൻഷനുകൾ നടത്തുന്നു. ഒരു 5000 പേരോ 10,000 പേരോ ഒക്കെ കേൾക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ഓഡിയൻസിലേക്ക് അത് എത്താൻ പറ്റുന്നു. അപ്പോൾ അത് ആസ് എ പ്രീസ്റ്റ്, ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷം പ്രഘോഷിക്കേണ്ട ഒരാൾ എന്ന നിലയിൽ ഇതൊരു സമയം കണ്ടെത്തുകയല്ല, ദിസ് ഈസ് പാർട്ട് ഓഫ് മൈ മിഷൻ. ഈ കാലഘട്ടത്തിൽ ശരിക്കും അത് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അത് ഒരുപാട് പേർക്ക് ഇപ്പം വിശ്വാസം ഉള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒക്കെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയല്ല, there is time. ഇഷ്ടമുള്ളത് കൊണ്ടേ. ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പത്തെ വൈദികർ, ഇപ്പൊ അച്ഛന്മാരുടെ നല്ലോണം പാട്ട് പാടുന്ന അച്ഛന്മാർ ഒരുപാട് നമ്മുടെ മീഡിയയിൽ തന്നെ വരുന്നുണ്ട്. ഞാനും പാട്ട് പാടും, പക്ഷെ ആരും അത് സമ്മതിച്ചു തന്നിട്ടില്ല. അന്നൊരു പാട്ട് പാടാം. ഇല്ല, പാട്ടുപാടിയ ഡയലോഗ് പോലെ ഇരിക്കും, അതുകൊണ്ട് പാടും. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, നാട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായമില്ല എന്റെ പാട്ടിനെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് പാടും, തോറ്റു കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ച് തന്നെ പാടും. ഒത്തിരി പാട്ട് പാടുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും എല്ലാം. ഇപ്പം എന്താ ഇപ്പൊ ഡാൻസ് നല്ലോണം കളിക്കുന്ന വൈദികരുണ്ട്, ഒരുപാട് റീൽസ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് നമ്മുടെ വൈദികർക്ക് ഇത്രയും കഴിവുകൾ അവരും ചിന്തിക്കുന്നതിനെക്കാട്ട് അപ്പുറമായിട്ട് കഴിവുകള് നമ്മളത് പുറത്തോട്ട് കാണിക്കാത്തല്ലേ. ഒത്തിരി ഒത്തിരി ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം വൈദികർ ഇപ്പം ഡാൻസ് ചെയ്ത്, ഇപ്പൊ പാട്ടുപാടി, പ്രീച്ച് ചെയ്ത്, മിഷൻ ചെയ്ത്, എല്ലാം ആത്യന്തികമായിട്ട് അവരുടെ എല്ലാം ലക്ഷ്യം ഒരു വൈദികൻ ബലിപീഠത്തിൽ ഇല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ തിരിച്ചറിഞ്ഞ ഈശോയെ പുറത്തോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പല രൂപത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അച്ഛന്മാരുടെ കയ്യിലും ഇങ്ങനത്തെ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അവർ പുറത്തോട്ട് കാണിച്ചില്ല എന്നൊക്കെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വെരി ബ്യൂട്ടിഫുൾ ഒരു ഇൻഫ്ലുവൻസ് കാരണം തന്നെയാണ്. അല്ല, എനിക്കൊരു ഡൗട്ട് എന്നുള്ളത്, ഇങ്ങനെ വൈദികർ ഇപ്പം നിങ്ങളുടെ അച്ഛന്മാരുടെ കഴിവുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണക്കാൽ ഇങ്ങനെ ഡാൻസിൽ അതിനങ്ങനെ തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നേ അത് ഇപ്പം കഴിവ് പ്രദർശിപ്പിക്കുക എന്നുള്ളതല്ല ഒരു വൈദികന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞ പോലെ വൈദികനായത് ഒരു വലിയൊരു ചോയ്സ് എടുത്തിട്ടാണല്ലോ. ഒരു 10, 12, 13 വർഷം, ചില കോൺഗ്രിഗേഷനിൽ 15 വർഷങ്ങളൊക്കെ നമ്മളൊരു ഫോർമേഷനിലൂടെയൊക്കെ കടന്നുപോയി. നമുക്കറിയാം എന്തിനാ ഇത് വന്നേക്കുന്നത്, വൈ ഡു വി ചൂസ് ദിസ്. പ്രഥമമായ ലക്ഷ്യം ഇതാണ്, സുവിശേഷ പ്രഘോഷം, ഒരു ഈ ഭൂമിയിൽ ക്രിസ്തുവായി ജീവിക്കുക, അവരവരുടെ ഒരു ഫീൽഡിൽ അത് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡാൻസോ പാട്ടോ ഒന്നും അല്ല ലക്ഷ്യം. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ്, അതിപ്പോൾ ഞങ്ങൾ സെമിനാരി ചേരുന്ന ആദ്യ വർഷം മുതൽ തന്നെ നമ്മുടെ ഒരു ടാലൻറ്റ് ഹണ്ടിങ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ സെമിനാരി കയറിയ ആദ്യത്തെ വർഷത്തെ ആദ്യത്തെ ആഴ്ച തന്നെ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പീപ്പിൾ വോണ്ട് ബിലീവ്. ഞാനത് എപ്പോഴും ഒരു ക്രെഡിറ്റ് കൊടുക്കും. ഞാനിപ്പം പള്ളിയിൽ പ്രസംഗത്തിന് കയറുമ്പോഴത്തേനും സങ്കീർത്തി എന്ന് വെച്ചാൽ പള്ളിയുടെ പുറകിലുള്ള ഒരു സ്പേസിലിരുന്ന് ഞാനൊരു വെരുക് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. എന്നെ എത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ നുണയാന്നൊക്കെ വിചാരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കിരിക്കാൻ. ആൾക്കാരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ഒരു പേടിയൊന്നുമല്ല, പക്ഷെ
ഒറ്റയ്ക്കിരിക്കുന്നതാണ് കുറേയും കൂടെ ഒരു സന്തോഷം എനിക്ക്. പക്ഷേ ഒരു മിനിസ്ട്രി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഒരു പുരോഹിതനാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരാളാണ്, ആ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ എനിക്ക് പബ്ലിക്കിൽ നിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ മിഷൻ. ഭയങ്കര പേടിയാണ്, സ്റ്റേജ് ഫിയർ അതികഠിനമാണ്. പക്ഷേ കയറി കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. കർത്താവിന് മാത്രമേ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് വായിച്ച് നോട്ടുകളൊക്കെ തയ്യാറാക്കി. എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് പല കാര്യങ്ങളിലും. ആൾക്കാർക്ക് രാവിലെ മോട്ടിവേഷനൊക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ഐ എം നോട്ട് സോ കോൺഫിഡൻറ്റ്. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. കാരണം അത് ഓഫ് കോഴ്സ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ്. അവരെന്തേലും വന്ന് കേട്ടിട്ട് പോകാനല്ല. അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ വിലപ്പെട്ടതായതുപോലെ അതിനെക്കാട്ടും വിലയുള്ള ടൈം മാറ്റിവെച്ചാണ് 2-3 ദിവസമൊക്കെ ആൾക്കാർ ധ്യാനം കൂടാനോ പ്രീച്ചിങ്ങിനോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഞാനത് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഞാൻ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. അത് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് തുടങ്ങുന്നത് എനിക്കറിയാം, ഞാൻ എഴുതി വെച്ചതായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം വേറൊരു ആംഗിളിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒന്ന് അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. 2 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ പോയിരുന്ന ഒരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി പള്ളിയിൽ പോയിരിക്കുമ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഇതങ്ങ് വരുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇത്രയും സമയത്ത് മെനക്കെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രിപ്പറേഷൻ എപ്പോഴും ആൾക്കാരോടുള്ളൊരു റെസ്പെക്റ്റാണ്. പിന്നെ ആ പ്രിപ്പറേഷൻ എന്നോട് തന്നെയുള്ള ഇല്ല ചുമ്മാ ഓസിക്ക് പോയി നിൽക്കേണ്ട എന്നുള്ളതാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റും. അപ്പം കഴിവുകളെ ഞാൻ പറഞ്ഞ തുടക്കം മുതലേ ഞാൻ പറഞ്ഞ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് പറഞ്ഞ മുമ്പോട്ട് പോയതാണ്. എനിക്ക് വിറയായിരുന്നു, കൈയും കാലും ഒക്കെ വിറയായിരുന്നു. അന്ന് ആദ്യത്തെ വായനയൊക്കെ കിട്ടിയപ്പോൾ ഒരു ബൈബിൾ ഭാഗം വായിക്കാനാണ് കിട്ടിയത്. പക്ഷേ ഐ വാസ് ഷിവറിങ് ലൈക്ക് എനിത്തിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് അക്കാഡമി, മലയാളം അക്കാഡമി, പിന്നെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ടാലൻറ്റ് ഹണ്ടിങ് ഉണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നവരെ, ആക്ടിങ്, സ്റ്റേജ്. ആ സെമിനാരി ലൈഫിൻ്റെ ആദ്യത്തെ ടൈം മുതൽ നമ്മൾ പബ്ലിക്കിൽ നിന്ന് തുടങ്ങുകയാണ്. ഒപ്പം തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അച്ഛന്മാർ, നമ്മുടെ ഫോർമേറ്റേഴ്സ്, നിങ്ങളുടെക്കുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസോ, എഴുത്താണോ, വായനയാണോ, ഡാൻസ് ആണോ, എല്ലാം സെമിനാരിയിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. അവിടെ അതെങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മിസ്റ്റീരിയസ് തിങ്സ് എപ്പോഴും നമ്മൾക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു ലൈഫാണ് അവിടെ. ഞാനൊന്ന് തിരിച്ചു പോകാൻ, അതായത് ഈ സമയത്തിൻ്റെ ഘടികാരത്തിൻ്റെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു ചാൻസ് ഒക്കെ നമ്മുടെ ഒരു ടൈം ട്രാവൽ വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, സ്കൂളിൽ പോകണമെന്ന് വലിയ ആഗ്രഹമില്ല, പക്ഷേ ഐ മിസ് ദ സ്കൂൾ. സെമിനാരി ലൈഫ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ചുമ്മാ ഒരു ഇമാജിനേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്ത് കഴിവുണ്ടോ അത് ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ഞങ്ങൾക്കത് പ്രോത്സാഹിപ്പിക്കാനാണ് വഴി തന്നേക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇവാഞ്ചലൈസേഷൻ, സുവിശേഷം പ്രഘോഷിക്കുക, ഈശോയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു കൊടുക്കുക. ഡാൻസിൻ്റെ രൂപത്തിൽ ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്, അദ്ദേഹം ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ, ഐ എം നോട്ട് ഷുവർ, ട്രസ്റ്റിംഗ് മൈ മെമ്മറി. അദ്ദേഹം അതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. പിന്നെ മ്യൂസിക് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു മിടുക്കൻ കുഞ്ഞച്ചൻ പട്ടം കെട്ടി അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയൊക്കെ ഒത്തിരി. പിന്നെ നമ്മുടെ നാട്ടിലായിരിക്കും ഒരു ചെറിയ ലിമിറ്റേഷനൊക്കെ ഉള്ളതില്ലെങ്കിൽ അങ്ങനെ പുറത്തോട്ട് വരാൻ, നമുക്ക് ബേസിക്കലി അങ്ങനെ പുറത്തോട്ട് വരാൻ ഇച്ചിരി മടിയുള്ളവരാണല്ലോ നമ്മൾ മലയാളീസിന്. ഇവരെന്നെ വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിപ്പോൾ മരിക്കാൻ പോയാലും നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുന്ന ഒറ്റ കാരണം ഉണ്ടാകും, ആരെങ്കിലും എന്നെ വിചാരിക്കുമെന്ന് വിചാരിച്ചോ. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി അപ്രീഷിയേറ്റഡ്. അച്ഛന്മാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും, ഫാദർ റോബ് ഗാലിയ എന്ന് പറഞ്ഞിട്ടൊരു, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ദ സിംഗിങ് പ്രീസ്റ്റ് എന്നാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 തവണ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ടൂർ ഉണ്ടായിരുന്നു. ഒരു ഹെവിലി അക്ലൈംഡ് സെലിബ്രിറ്റിയാണ്. ആൻഡ് അദ്ദേഹം ഓഫ് കോഴ്സ് സ്പിരിച്വൽ, ജസ്റ്റ് ബിബ്ലിക്കൽ ടോപ്പിക്ക് മാത്രമല്ല, സ്പിരിച്വാലിറ്റി രണ്ടു കാറ്റഗറിയിൽ വേണേൽ പെടുത്താമല്ലോ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേനും. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ട് ജീവിച്ച ആൾക്കാരുണ്ട്. പിന്നെ അമേരിക്കയിലുള്ളൊരു സിസ്റ്റർ മിറിയാം ഹൈറ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ ടോക്കുകളൊക്കെ നമ്മൾ കേട്ടാൽ, ഷി വാസ് എ വോളിബോൾ പ്ലെയർ, ഒരു കോളേജിലെ വലിയ ആളൊക്കെ ആയിരുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്ന് സിസ്റ്റർ ആവുകയൊക്കെ ചെയ്തത്. ഈ ഫാദർ റോബ് ഗാലിയ ഓഫ് കോഴ്സ് മ്യൂസീഷ്യൻ. എനിക്ക് നമ്മുടെ ഈ അമേരിക്ക ഗോട്ട് ടാലന്റ് അങ്ങനത്തെ പ്രോഗ്രാമുകളുണ്ടല്ലോ, അതിനകത്ത് എനിക്കൊന്ന് ഓസ്ട്രേലിയ ഗോട്ട് ടാലന്റിൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മൊമെന്റിൽ പുള്ളി പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പരിപാടി നടത്താൻ. അദ്ദേഹം ഫൈനലിൽ കയറിയിട്ട് അദ്ദേഹം പള്ളിയിൽ കുർബാനകളോട് തിരിച്ചു പോകുന്നു. സഭ എപ്പോഴും ആസ്വാറ സൈനോ എനിക്കും എൻ്റെ ലൈഫ് നോക്കുമ്പോഴത്തേനും ഇപ്പം ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു കാലമാണിത്. ആ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക്
ലോകത്തിലേക്ക് നമ്മുടെ സുവിശേഷം പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നു. അതിന് എപ്പോഴും പ്രോത്സാഹനം മാത്രമേ എനിക്ക് എൻ്റെ ഞാനായിരിക്കുന്ന കോൺഗ്രിഗേഷൻ ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേര് തന്നെ അതാണ്. ഹെറാൾഡ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ സദ്വാർത്തയുടെ പ്രഘോഷകർ എന്നാണ്. എനിക്ക് എപ്പോഴും ഒരു അപ്രീസിയേഷൻ മാത്രമേ, ഓക്കെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ടൈപ്പായിരുന്നു. പിന്നെ സഹനങ്ങൾ, നിരുത്സാഹപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, അതിപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ഇരുന്നാലും കിട്ടുമല്ലോ. അപ്പോൾ അതുണ്ടായി. പക്ഷേ എനിക്ക് 99% ഇറ്റ് വാസ് എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാ അച്ഛന്മാർക്കും അതിനെ കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ല, ഇപ്പം അച്ഛൻ പറഞ്ഞു ഇപ്പം എനിക്ക് ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെ മിഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് സെമിനാറിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യം. പൊതുവേ ഇപ്പം ഞാനടക്കം എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു സെമിനാരി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര പാടാന്നാണ് പൊതുവേ എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു അറിവാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ഷോക്ക്, ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ. സ്ട്രിക്ട്നെസ്സിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ വാക്ക് എന്നറിയോ, ഡിസിപ്ലിൻ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ചിലപ്പോൾ അതിന് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പുറത്തോട്ടൊന്നും ഇറങ്ങാത്ത ഒരു അടച്ചിട്ട ഒരു സ്പിരിച്വൽ ജയിൽ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതങ്ങനെ അല്ല. ഡിസിപ്ലിൻ ഇഷ്ടപ്പെടണം. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ 5 മിനിറ്റ് മിരിമിരിത്തോണ്ടിരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ ഒറ്റയ്ക്കായിരിക്കണം എന്നുള്ള ഒരു ടൈപ്പാണ് ഞാൻ. ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. രാവിലെ 5:30, ഇട ദിവസങ്ങളിൽ രാവിലെ 5:30 മണി മുഴങ്ങും. ആ മണി മുഴങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ മരിച്ചാൽ മതി എന്ന് വിചാരിക്കും. വീട്ടിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടാണ് പഠിത്തമൊക്കെ അങ്ങനെ തീർത്തു. രാവിലെ അമ്മ അപ്പനൊക്കെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. സെമിനാറിൽ എല്ലാവരും കൂടെ ആദ്യത്തെ ഒരു ആഴ്ച ചിലപ്പോൾ ഒരു ഇച്ചിരി സ്ട്രഗിളൊക്കെ ആയിരിക്കും. എത്ര മണിക്കാണോ? 5:30 ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു. ഇട ദിവസങ്ങളിൽ 5:30, ഞായറാഴ്ചകളിൽ 6 മണിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മൈനർ സെമിനാരിൽ പഠിക്കുമ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ. 10-70 പേര് ഞാൻ എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു സെമിനാറിൽ ചേരുമ്പോൾ. എല്ലാവരും കൃത്യസമയത്തുള്ള ഭക്ഷണമോ പ്രാർത്ഥനയോ ക്ലാസ്സുകൾ, ഗെയിംസ്, അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു വർക്കുകൾ, ജോലിയെല്ലാം ഇപ്പം സെമിനാറിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഒക്കെ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. വൈകുന്നേരത്തെ രാത്രിത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് എല്ലാവരും കൂടെ ഉറങ്ങാനൊക്കെ പോകുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്രയും ബ്യൂട്ടിഫുൾ ലൈഫ്. ഫോൺ ഉപയോഗമില്ല. എനിക്ക് തോന്നുന്നു അത് വേണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എനിക്ക് ഫോൺ ഉപയോഗിക്കാമല്ലോ, എനിക്ക് എന്ത് ഗാഡ്ജറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇപ്പം ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയ നിൽക്കുകയാണ്, പക്ഷേ ഫോണില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് തന്നെയാണ് സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അന്ന് ഞങ്ങളുടെ അതും നമ്മുടെ ഒരു ഫോർമേഷൻ്റെ ഭാഗമാണല്ലോ. ഇപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഫോണൊക്കെ മാറ്റിവെക്കും, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് മാറ്റിവെക്കും. സെമിനാറിൽ ഇഷ്ടം പോലെയാണ് എൻ്റർടൈൻമെൻറ്റ്. മൊബൈൽ ഫോണിന് പകരം നമുക്ക് പുസ്തകങ്ങളുണ്ട്. അതിലും ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ എന്തുണ്ട്? എനിക്ക് വേറെ ഒന്നും അഭിപ്രായപ്പെടാൻ പോലും ഇല്ല. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല നമുക്കൊരു നിയമം അപ്പം തന്നെ ഉണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് സെമിനാരി വരുന്നതും. ഓക്കെ, ചിലർ 15-ാം വയസ്സിലാണ് വരുന്നത്, ചിലർ 20-30 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലികളൊക്കെ ഉപേക്ഷിച്ച് വരുന്നവരുണ്ട്. ഏത് പ്രായത്തിൽ വരുന്നവർക്കും ഇതറിയാൻ കൃത്യമായിട്ട് നമ്മൾ ഈ ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. സെമിനാരി വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലേ, നോ, യു ആർ ഗോയിങ് ടു ബി ഡിസിപ്ലിൻഡ്. അത് അറിഞ്ഞുകൊണ്ടാണ് സെമിനാറായിട്ട് വരുന്നത്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഇഫ് യു വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ യു ഷുഡ് ബി റെഡി ടു ഗെറ്റ് ഡിസിപ്ലിൻഡ്. അത് സെമിനാറിലായാലും എന്ത് കാര്യത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിലും നമ്മളൊരു കാര്യം ഇച്ചിരി ഡിസിപ്ലിനോടുകൂടി പഠിച്ചും പ്രാക്ടീസ് ചെയ്തും അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ആണല്ലോ നമ്മളിതെല്ലാം ഗ്രേഡ് കൂടുന്നത്. അപ്പോൾ 10-12-13 വർഷത്തെ ഡിസിപ്ലിൻഡ് ലൈഫ് വേണം തീർച്ചയായിട്ടും നാളെ നല്ലൊരു വൈദികനായിട്ട് തീരാനെന്ന്. നല്ലൊരു ഡിസൈപ്പിൾ അല്ലേ, അൾട്ടിമേറ്റ്ലി ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിളായി മാറുകയാണല്ലോ. അപ്പോൾ നല്ലൊരു ഡിസൈപ്പിൾ ആവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. അപ്പോൾ ചിലതനുസരിക്കാത്തവരുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ റെക്ടർ അച്ഛൻ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആവും, ചില കുഞ്ഞു പണിഷ്മെന്റുകളൊക്കെ തരും, സ്നേഹത്തോടുള്ള പണിഷ്മെന്റ്. പക്ഷെ പണിഷ്മെന്റ് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ സൈലൻസ് എന്നാ വിഷമമുള്ള കാര്യം അത് അല്ലേ, എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ നമ്മൾ കൂട്ടൊക്കെ കൂടി എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല കുറെ കൂട്ടം നമ്മൾ കമ്പനി ആവുമല്ലോ, നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഏറ്റവും സന്തോഷം ക്രിക്കറ്റ് ഗ്രൗണ്ടിലും വോളിബോൾ ഗ്രൗണ്ടിലും എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ടീം അംഗങ്ങൾ, അവരായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യം ക്ലോസ് ആയത്. പിന്നെ കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും പുസ്തക കൂട്ടുകാരായി. പക്ഷെ എപ്പോഴും ഈ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ വർത്താനൊക്കെ പറയും. അപ്പം സ്റ്റഡി ടൈമിലൊക്കെ അബ്സൊല്യൂട്ട് സൈലൻസിൻ്റെ സമയമാണ്. രാത്രി അത്താഴം കഴിഞ്ഞിട്ട് 0 ടോക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക്, എനിക്ക് അതിൻ്റെ അർത്ഥം ഇപ്പോഴും പിടിയിട്ടില്ല. ഇറ്റ്സ് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് വെച്ചാൽ മുട്ടുസൂചി ഇട്ടാൽ കേൾക്കണം, അത്ര ഇതാണ്. അത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോട്ട് ഈസി. കാരണം നമ്മുടെ പ്രായം അതാണ്. 15 വയസ്സ് മുതലുള്ളതെന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് മിരിമിരിപ്പിൻ്റെ സമയമാണ്, പെടപ്പിൻ്റെ സമയമാണ്.
ആ സമയത്തപ്പോൾ ചിലപ്പോൾ റെക്ടറച്ചൻ പൊക്കും. എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ചില സമയത്തൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്ററൊക്കെ എഴുതി കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം മലയാളം വാക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു 10 ഇംഗ്ലീഷ് വൊക്കാബുലറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിക്കുക, പഠിക്കുക, കാണാപ്പാടം പറയുക, ചിലപ്പോൾ എംപോസിഷൻ എഴുതേണ്ടി വരും. അങ്ങനത്തെയൊക്കെ പണിഷ്മെൻറ്റുകൾക്ക് അതൊന്നും ഒരു പണിഷ്മെൻറ്റ് ഇന്ന് തിരിച്ചു ചിന്തിക്കുമ്പം ഐ മിസ് ദ പണിഷ്മെന്റ്, കുറച്ചുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയുള്ളൂ. അത്രേ ഉള്ളൂ പണിഷ്മെന്റ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തല്ലോ പിടിയോ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സെമിനാർ ലൈഫ് എൻ്റെ കൂടെ പഠിച്ച ആരും തല്ലുകൊണ്ടായിട്ട് എൻ്റെ അറിവിലില്ല, എനിക്കിട്ടും കിട്ടിയിട്ടില്ല. റക്ടച്ചൻ്റെ മുറി വടി കണ്ടിട്ടുണ്ട്, പക്ഷെ അടി കിട്ടിയിട്ടില്ല. അദ്ദേഹം ഉപയോഗിക്കാൻ ഒരു അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഈ ചെറുപ്പം മുതലേ ഇപ്പം ഞാനും കാറ്റഗറീസ് ഒക്കെ പഠിച്ചേക്കണ, അപ്പം നമ്മളെപ്പോഴും ഇപ്പം സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് ദൈവവിളി എപ്പോൾ വേണമെങ്കിലും ലഭിക്കാം. ഇപ്പം ദൈവവിളി എന്നൊരു വാക്ക് മാത്രമാണ് കേട്ടുള്ളൂ. എന്താണ് യഥാർത്ഥ ദൈവവിളി എന്നുള്ള ഒരു സങ്കല്പം? എന്താ ഞാനിപ്പോഴും ആലോചിക്കും. ഇപ്പം എൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കന്യാസ്ത്രീ ആകാൻ പോയാൽ അല്ലെങ്കിൽ വൈദികരായി പോയാൽ ദൈവവിളി വന്നു എന്ന്. അപ്പം ഞാൻ ചിന്തിക്കും എങ്ങനെയായിരിക്കും ഈ ദൈവവിളി വരുന്നത്, അതെങ്ങനെ ഉണ്ടായത്, അതിനെ കുറിച്ചൊന്ന് ഫാദറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എല്ലാം ഇപ്പം ഞാനതിനൊരു ഉത്തരം പറഞ്ഞാലേ അത് കംപ്ലീറ്റ്ലി പേഴ്സണൽ, കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ആയിരിക്കും. അത് ഓരോ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും, ഇല്ലെങ്കിൽ അച്ഛനാവണം എന്നില്ല, സിസ്റ്റർ ആവണം എന്നില്ല, ഒരു സ്പെഷ്യൽ ഇപ്പോൾ ഒരു ഏത് മതവിശ്വാസത്തിലുള്ള ഒരാളും അവർ വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒരു സ്പെഷ്യൽ കോൾ സ്വീകരിച്ച് മുമ്പേ പറഞ്ഞ പോലെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫും ഒരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് ലൈഫ് മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് കോമൺലി പറഞ്ഞാലൊരു ദൈവവിളി. അപ്പം അതിൻ്റെ ഫോർമാറ്റുകൾ പലതാണ്. ചിലർ ഇപ്പം നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേനും സ്പെഷ്യലി ഒക്കെ എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. ബൈബിളിലെ ഒരു കഥാപാത്രം ഒരു വ്യക്തിയാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം ബൈബിൾ 2 ഡിവിഷനുള്ള പഴയ നിയമം പുതിയ നിയമം. അതിനകത്ത് ഈ സാമുവേൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യൻ, അദ്ദേഹം കിടന്ന് ഉറങ്ങുമ്പോൾ ദൈവവിളി മീൻസ് ലിറ്ററലി ദൈവത്തിൻ്റെ സ്വരം അയാൾ കേൾക്കുകയാണ്. ഞാൻ കൊതിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിലെന്ന്. പലരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേന് അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ അത് വിളിക്കുന്ന ഒരാളുടെ തീരുമാനമാണല്ലോ. നമ്മളെക്കുറിച്ച് എന്താണോ പദ്ധതി അതിനനുസരിച്ചൊരു വിളിയാണ്. എൻ്റെത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേനും ഒരു കൊതി തോന്നി എന്നുള്ളതാണ്. ആ കൊതിയായിരുന്നു എൻ്റെ ദൈവവിളി. കൊതി എന്ന് വെച്ചാൽ ഓക്കെ അച്ഛനാവൻ ഇഷ്ടമായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നി. പക്ഷെ അതിന്റെ കൺസെപ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. പൗരോഹിത്യം, വിശുദ്ധ കുർബാന, ഈശോയെ കുറിച്ച് പോലും എന്താ അറിയാവുന്ന എനിക്ക് ഒരു പിടിയില്ല. വേദപാഠ ക്ലാസ് ബങ്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ താല്പര്യങ്ങളും. അങ്ങനെ ഒരാളാണ് അച്ഛനാവുന്നതൊക്കെ. അപ്പം ഞാനിപ്പോഴും വിശ്വസിക്കും. നമ്മുടെ ഒരു അനിൽ അടൂർ എന്ന് പറഞ്ഞിട്ടൊരു സുന്ദര പാട്ടുകാരുണ്ട്, റെജി നാരായണൻ, അവരുടെ ഒരു ടീമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു, ഒരു കുപ്പക്കുഴി കിടക്കുന്ന ഒരുത്തനെ അതിനകത്തുനിന്ന് പിടിച്ചെടുത്ത് മാണിക്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവവിളി. നമ്മുടെ ഹൈപ്പർ ടാലൻറ്റുകളോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടി ഇപ്പം ഫുൾ ടൈം പ്രയറായിട്ട് നടക്കുന്നു, അങ്ങനെയൊന്നും ആയിരിക്കില്ല ദൈവവിളി. ഒരു സ്പാർക്ക് കിട്ടുകയാണ് അവിടെയോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ചെറുപ്പത്തിലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു സ്പാർക്ക് കിട്ടുമല്ലോ, ഒരു സ്വപ്നം. എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു സ്പാർക്ക് വെറുതെ അതെന്തിനാണ് അതിന് അങ്ങനെ വന്നതെന്നോ അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പിന്നീട് ചിന്തിച്ചിട്ടില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നു, പള്ളിയിലച്ഛനാവാം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. പക്ഷേ വിളി, ഈ ദൈവവിളി, ആ ചോദ്യത്തിൻ്റെതിൽ ചിന്തിച്ചാൽ ആ ദൈവവിളി കിട്ടുവാണോ ചെയ്തത്, അതോ ദൈവവിളിയുടെ ആ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായതാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പം. അതെനിക്ക് മനസ്സിലായത് അച്ഛനായി കഴിഞ്ഞിട്ടാണ്. അതിനുമുമ്പ് പലതവണ ഞാൻ ഇട്ടേച്ചു പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് അതിനോട് അടുക്കും തോറും നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിൻ്റെ വലിപ്പം അതെന്നെ ഭയപ്പെടുത്തിയിരുന്നു. ദിസ് ഈസ് നോട്ട് ഈസി. ഒരു വെള്ള ഉടുപ്പിട്ട് 10-25 ബട്ടൺസ് ഉള്ള ഒരു ഉടുപ്പിട്ടിട്ട് എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുകയോ ആൾക്കാരോട് സംസാരിക്കുകയോ ഒരു ഇടവകയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ നോക്കി നടത്തുക മാത്രമല്ല, പ്രീസ്റ്റ്ഹുഡ് ഈസ് എബവ് ദാറ്റ്. അതിനെക്കാട്ടും മുകളിലാണ് ഈ പൗരോഹിത്യം എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഐ വാസ് അഫ്രൈഡ്. ഇതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിപ്പോയി. പക്ഷെ അവിടെയാണ് ദൈവവിളി ഇരിക്കുന്നത്. എനിക്ക് പറ്റുമോ, അവന് പറ്റുമോ, അവൾക്ക് പറ്റുമോ എന്നുള്ളതല്ല, വിളിച്ചയാൾക്ക് പറ്റും. അതേലായിരുന്നു ദൈവവിളി. ഐ തിങ്ക് ജിൻസച്ചൻ്റെ ദൈവവിളി നിൽക്കുന്നത് ജിൻസച്ചനിലല്ല, വിളിച്ച ആളിലാണ്, ഈശോയിലാണെന്ന്. അതാ എൻ്റെ ലൈഫ് എന്നെ കാണിച്ചു തന്നെ. അച്ഛനായി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബ്യൂട്ടി എനിക്ക് പിടികിട്ടിയത്. ദിസ് ഈസ് വാട്ട് പ്രീസ്റ്റ്ഹുഡ് ഈസ്. ആദ്യം ഇത് വീട്ടിലെങ്ങനെയായിരുന്നു അച്ഛൻ പ്രസന്റ് ചെയ്ത? എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് അവർ മനസ്സിലാക്കുവാണോ അതോ അച്ഛനായിട്ട് തന്നെ പോയി പറയുകയായിരുന്നു ചെയ്തത്? ഞാൻ സെമിനാരിൽ പോയി നോക്കാം എന്നേ പറഞ്ഞോളൂ. ഓക്കെ. ബാക്കി പ്ലാനുകൾ പദ്ധതികളൊക്കെ
അവിടെ തയ്യാറാവുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അത് പറയാനൊരു അവസരം ഞാൻ കൊടുത്തില്ല. ഒരു വലിയ സ്വാതന്ത്ര്യം തന്നൊരു വീടായിരുന്നു എനിക്ക്. ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ മക്കൾ. ഞാനും ചേച്ചി തമ്മിലൊരു 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ സെമിനാരിൽ കയറുന്ന വർഷം ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. സോ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് മെയിൻലി ഇങ്ങനെ ഒറ്റപുത്രന്മാർ ഈ ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ഈ ഒറ്റപുത്രന്മാർ സെമിനാരിൽ പോയാൽ ശരിയാവില്ലെന്ന്. പക്ഷെ അന്ന് ഒത്തിരി നിരുത്സാഹപ്പെടുത്തലുണ്ടായി പലരിൽ നിന്നും. വീട്ടിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തലായിരുന്നോ പ്രോത്സാഹനമാണെന്ന് എനിക്കറിയത്തില്ല. ചാച്ചൻ എന്നോട് ചോദിച്ചു, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു, എന്നാത്തിനാന്ന് ചോദിച്ചു. ചേച്ചി ചോദിച്ചത്, ആരെ കാണിക്കാനാടാന്ന് ചോദിച്ചു. ഇതൊക്കെയായിരുന്നു കിട്ടിയത്. പക്ഷേ ദേ ഡിഡ്ന്റ് സേ നോ. അതിനെയാണ് ഞാൻ അവർ തന്ന സ്വാതന്ത്ര്യം, എൻ്റെ അപ്പനും അമ്മേനോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തെ ഞാൻ അങ്ങനെ കാണുന്നത്. അവർ പോകണ്ടെന്ന് പറഞ്ഞില്ല, നീ ഒന്നേ ഉള്ളല്ലോ എന്ന് പറഞ്ഞില്ല. കാരണം അവർക്കും ദൈവവിളിയെക്കുറിച്ച് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബേസിക് പ്രാർത്ഥനയും ബേസിക് സ്പിരിച്വാലിറ്റി ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു. കേറ്റർക്കും ഒക്കെ ഉണ്ടായിരുന്നു. നോ പറഞ്ഞില്ല, പോയി നോക്കാം എന്നുള്ള രീതിയിലേ പറഞ്ഞുള്ളൂ. പോയി. അല്ല, ഇപ്പൊ അച്ഛൻ പറഞ്ഞതിനെ കൂടെ ഞാൻ യോജിക്കുകയാണ്. ലൈക്ക് ഇപ്പൊ 2 പുത്രന്മാരുണ്ടെങ്കിലും എല്ലാവർക്കും എന്താ പറയാ, കന്യാസ്ത്രീ ആകാൻ വിടുക അല്ലെങ്കിൽ വൈദികരായി വിടുക, മാതാപിതാക്കൾക്ക് ഒരു സങ്കടമുണ്ട്. ചിലവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ തന്നെ പറഞ്ഞിട്ടോ, അയ്യോ ഒരു കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നുള്ളൂ വൈദികനായപ്പോൾ. അപ്പം നിങ്ങളുടെ തിരുപ്പട്ടമൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പട്ടം കൊടുക്കുന്ന സ്വീകരണം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അത് കൈമാറുന്ന സെൻസ് മാതാപിതാക്കൾ ഭയങ്കര കരച്ചിലായിരിക്കും. അവരുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒക്കെ അങ്ങനെ നടന്നപ്പോൾ അവർ ഭയങ്കര പൊട്ടിക്കരയാണ്. ഫങ്ഷൻസ് ഒക്കെ പക്ഷേ നല്ല രസമുണ്ട്. അപ്പം നമുക്കും ഒരു ഭയങ്കരമായിട്ടൊരു സങ്കടം, അയ്യോ ഇത്രയും വലിയ കൊച്ചു മരിച്ചു പോകണം. പക്ഷെ ആ കരച്ചില് സങ്കടത്തിൻ്റെതല്ല. അത് ഏതൊരു വൈദികന്റെയും സിസ്റ്ററിന്റെയും അപ്പനോടും അമ്മയോടും ചോദിച്ചു നോക്കിയോ, അവര് കരഞ്ഞത് ആനന്ദത്തിൻ്റെതാണ്, ഒരിക്കലും സങ്കടത്തിൻ്റെതല്ല. കാരണം അവർക്ക് കരയാനാണെങ്കിൽ അത് നേരത്തെ കരയും. അയ്യോ അവൻ സെമിനാരി പോയോ, അവൾ മടത്തി പോയോ എന്നോർത്ത് കരയാനാണെങ്കിൽ നേരത്തെ കരയും. അച്ചമ്പട്ടം കിട്ടുന്ന, ആ തിരുപ്പട്ടം കിട്ടുന്ന അന്നുള്ള കരച്ചിൽ അത് ആനന്ദത്തിൻ്റെയാണ്, സ്വർഗീയ കണ്ണീരാണ്. അത് എനിക്കറിയാവുന്ന എല്ലാ വൈദികരുടെയും മാതാപിതാക്കൾ, എൻ്റെ അപ്പനും അമ്മയും എല്ലാം. എൻ്റെ ചാച്ചൻ ഒരിക്കലും കരയാലാത്ത ചാച്ചൻ്റെ കണ്ണുവരെ ഞാൻ നിറഞ്ഞു കണ്ടു. അത് ആനന്ദത്തിൻ്റെതാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് നമുക്കത് എനിക്ക് തോന്നുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുകയില്ലാത്തതാണ്. പിന്നെ ഓഫ് കോഴ്സ് പേരൻസിന് ചിലപ്പോൾ പേടിയുണ്ട്. ഈ അടുത്തിടയ്ക്ക് എന്നോട് ഒരു ചേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. എന്നാ ചേട്ടാ പ്രാർത്ഥിക്കണ്ടേ? അച്ഛാ അവള് നല്ലതായിട്ട് പ്രാർത്ഥിക്കും അച്ഛാ, അവള് നന്നായിട്ട് പ്രാർത്ഥിക്കും, പള്ളിയിലൊക്കെ പോവും, നല്ലൊരു കൊച്ചാച്ചാ. എനിക്കൊരു പേടി, അവളെ മഠത്തിലെങ്ങാനും പോകുന്ന എനിക്ക് പേടിയാണെന്ന്. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന്. എന്ത് പേടിയുണ്ട് മാതാപിതാക്കൾക്ക്, പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ ഒറ്റ കുഞ്ഞേ ഉള്ളൂ, ഇപ്പം ആ കൊച്ചിനെ മഠത്തിലോ സിസ്റ്റർ അച്ഛനാവാനോ ഒക്കെ വിട്ടാൽ ഞങ്ങളെ ആര് നോക്കും? വളരെ ബാലിശമായൊരു ചിന്തയാണത്. ഈ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ നോക്കും തന്നെ എത്ര ഉറപ്പാണ്? ലുക്ക് അറൗണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു അനാഥാലയമുണ്ട്. 162 അപ്പച്ചന്മാരമ്മച്ചിമാരുണ്ട്. മക്കളുള്ളവരാ, 1, 2, 5, 10, 162. ഞാൻ പറഞ്ഞേ, ഞാൻ നിൽക്കുന്ന കോട്ടയം പാമ്പാടിയിലെ ഒരു കുഞ്ഞ് അനാഥാലയത്തിൻ്റെ കാര്യം പറയണേ. 162 പേര്. തിങ്ക് അബൌട്ട് ഹോൾ കേരള. മക്കൾ ഒരാളുണ്ട്, അവരെ വിടാനില്ല. ഇത് എപ്പോഴും ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്, അതിപ്പം എല്ലാവർക്കും ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല. ഒരാൾ അച്ഛനാവണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അത് ഏത് മതത്തിലുള്ളതായാലും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരാൾ ഇറങ്ങുകയാണോ അയാളെ തടയരുത്. തടഞ്ഞാൽ അത് നമ്മുടെ ബാക്കിയുള്ള വഴികളെല്ലാം അടഞ്ഞു പോകും. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ലൈഫുകൾ. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ നിന്ന് ഒരു പ്രീസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ മകനോ മകളോ സിസ്റ്ററാവനോ അച്ഛനാവനോ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണോ, അതിൻ്റെ 2 സൈഡും പറഞ്ഞു കൊടുക്കുക. കാരണം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ലൈഫ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഇതെല്ലാം എന്തൊക്കെയോ ആണ്, എല്ലാം ഭയങ്കരമാണ്. നോ, അങ്ങനെയൊന്നുമല്ല. നല്ല ബുദ്ധിമുട്ടേറിയ ഒത്തിരി ചലഞ്ചസ് ഉള്ള ലൈഫാണ്. അത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിലുള്ള ഒരു ബോധ്യം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അവർ പോകണം എന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എനിക്ക് എൻ്റെ അപ്പനും അമ്മേനോട് കാണിച്ച ഏറ്റവും വലിയ നന്മയായിട്ട് ഞാനതാണ് കാണുന്നത്. ഞാൻ പോകണമെന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പോകണ്ടെന്ന് അവർ പറഞ്ഞില്ല. പോയി നോക്കുമെന്ന് പറഞ്ഞു. ഓരോ വഴികളല്ലേ, ദൈവിക വഴികളാണ്. ഈ ഇത്രയും വർഷം ഈ സെമിനാരി ജീവിതം ഇതൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലും തോന്നി, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ തിരിച്ച് വരാം എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അച്ഛൻ്റെ ജീവിതം? ആദ്യമായിട്ടാണോ, രണ്ടാമതായിട്ടാണോ, മൂന്നാമതായിട്ടാണോ, ലാസ്റ്റ് ആയിട്ടാണോ? ഒത്തിരി വട്ടം തോന്നിയിട്ടുണ്ട്. മെനി ടൈംസ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. കാരണം എന്തായിരുന്നു ലാസ്റ്റ് ഒക്കെ പട്ടം കിട്ടുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് തോന്നി. ദാറ്റ് വാസ് എ മോസ്റ്റ് സിവിയർ വൺ. എനിക്ക് ഭയമായിരുന്നു.
അൾത്താരയോട് അടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കയറി ചെല്ലാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതുമായ ആ ദൈവം അത്ര വലിയൊരാളായതുകൊണ്ടും അത്ര പരിശുദ്ധനായതുകൊണ്ടും ആ ബലിപീഠത്തെ തൊടുക എന്നുള്ളത് എനിക്ക് പേടി തോന്നിപ്പോയി. രാത്രിയിൽ എൻ്റെ അമ്മ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, ഇവൻ നിൽക്കണേ എന്നല്ല, നിൻ്റെ സ്വരം കേൾപ്പിച്ചു കൊടുക്കണേ എന്ന്. അതെന്നെ മുമ്പോട്ട് നയിച്ചു എന്നുള്ളതാണ്. പലതവണ അതായിരുന്നു ഏറ്റവും സിവിയർ ആയിട്ടുള്ളത്. ഫിലോസഫി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ കൺഫ്യൂസ്ഡായി ഞാൻ റെക്ടറച്ചനോട് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. റെക്ടറച്ചൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല. അച്ഛനോട് പറഞ്ഞു നീ ഈ പുസ്തകങ്ങളൊന്നും ഇനി വായിക്കേണ്ട എന്നോട് പറഞ്ഞു. ഫിലോസഫി സമയമാണ്, നമ്മൾ കടും വായനയുടെ സമയമാണ്. എന്നോട് പറഞ്ഞു അതൊന്നും വായിക്കണ്ട ഇപ്പം തോന്നുന്നു, നിങ്ങൾ കുറച്ച് നേരം ബൈബിളും കൂടെ വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, എൻ്റെ ഒരു 2 വിശുദ്ധരുടെ പുസ്തകം എടുത്തു തന്നു. ഞാൻ പറഞ്ഞു അച്ഛാ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 12 ഐ ടുക്ക് എ ഡിസിഷൻ. റെക്ടറച്ചനോട് പോയി പറഞ്ഞു ഞാൻ പോവാന്ന് തോന്നുന്നു. ഓഗസ്റ്റ് 13 ആന്ധ്രയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആന്ധ്രയിൽ കർണൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്സും പിടിച്ചിങ്ങ് തിരിച്ചു പോകുന്നു. ഞാൻ നിർത്തി പോന്നു. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇത് സംഭവം? സെമിനാരി കയറി 5-4 വർഷം ഫിലോസഫി ഫസ്റ്റ് ഇയറിൽ ഐ ജസ്റ്റ് ക്വിറ്റഡ്. എനിക്കത് പൗരോഹിത്യം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഐ വാസ് കൺഫ്യൂസ്ഡ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു മുമ്പേ ചോദിച്ചാൽ ദൈവവിളി എനിക്ക് നന്നായിട്ട് മനസ്സിലായത് അവിടെ വെച്ചാണ്. ഇത് ശരിക്കും ഉള്ളതാണെങ്കിൽ, അതായത് ഇത് ജിൻസ് എന്നൊരു പയ്യൻ്റെ തീരുമാനമല്ല, എന്നെ കൊണ്ടുപോയ അച്ഛന്മാരുടെ തീരുമാനമല്ല, എൻ്റെ സഭയുടെ തീരുമാനമല്ല, ഇത് ശരിക്കും ഈശോയുടെ നാളെ എനിക്കൊരു പുരോഹിതനാവണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ അത് ഉണ്ടാകും. ഒരു പരീക്ഷണം അങ്ങ് നടത്തി നോക്കി. ദൈവത്തെ പരീക്ഷിച്ചല്ല, എൻ്റെ ദൈവവിളിയെ ഞാൻ പരീക്ഷിച്ചതാണ്. ഞാൻ നിർത്തുക എന്നല്ല എഴുതി കൊടുത്തു, ഞാൻ എടുത്തു ഐ നീഡ് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഡോക്ടർ സമ്മതിച്ചു. ഹി വാസ് എ വെരി സെയിൻലി പേഴ്സൺ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോനെ നീ എടുക്കുന്ന തീരുമാനമാണ് വലുതെന്ന് പറഞ്ഞു. ആ അച്ഛനും നോ പറഞ്ഞില്ല, എസും പറഞ്ഞില്ല, യു ഡിസൈഡ്. എനിക്കൊന്നും അതാ ഞങ്ങൾ സെമിനാരിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം തോന്നുന്നു. നമ്മൾ മനുഷ്യരൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമല്ലേ, വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ എന്നുള്ളതേ. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ പല ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അറിഞ്ഞെടുത്ത തീരുമാനമാണെന്ന്. ഐ നീഡ് ആൻ ആൻസർ. 13 പോന്നു, 14 നാട്ടിലെത്തി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. ഒപ്പം തന്നെ നമ്മൾ ക്രിസ്ത്യൻസിന് അത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. ഒരമ്മ കെട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ 5-6 മാസം വീട്ടിൽ നിന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. 6 മാസം കൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പറ്റാവുന്ന അത്രയും പുസ്തകങ്ങൾ വായിച്ചു, ചിന്തിച്ചു. കുറച്ച് ആൾക്കാരെ പോയി കണ്ടു. പ്രൊവിൻഷ്യൽ അച്ഛനെ പോയി കണ്ടു. ഞാൻ നിർത്തിപ്പോകുന്ന എടുത്ത പ്രൊവിൻഷ്യൽ അച്ഛനെ പോയി കണ്ടു. അവസാനം ഒരു April-May മാസം ആകുമ്പോഴത്തേനും എൻ്റെ ഉള്ളിലൊരു വെളിച്ചം കിട്ടി, ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ എൻ്റെ അന്ന് ഇൻചാർജായിരുന്ന ആൾക്ക് കത്തയച്ചു. ജൂണിൽ തിരിച്ചു വരാൻ പറഞ്ഞു, ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത്, ഒരാൾ ഇറങ്ങിപ്പോയാൽ. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോയിട്ടും അവർക്ക് തിരിച്ചു വിളിക്കണമെങ്കിൽ ദൈവവിളി ഉണ്ട്. എനിക്കത് ബോധ്യം കിട്ടി. തിരിച്ചറിവ് കുറേ കൂടെ, അതിൻ്റെ സൗന്ദര്യം കുറേ കൂടെ തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞ പോലെ അച്ഛനായി കഴിഞ്ഞിട്ടാണ്. പക്ഷെ എനിക്കൊരു ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് ഇത് വേണ്ടാന്ന് വെച്ച ഒരു സമയത്താണ്. ലെറ്റ് മീ ടേക്ക് എ ബ്രേക്ക്, ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ട് എടുക്കാം. അതായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ. സെമിനാരി പോകുക എന്നതിനേക്കാൾ സെമിനാരിയിൽ നിന്നൊന്ന് നിർത്തി വീണ്ടും പോവുക എന്നുള്ളതായിരുന്നു. ജീത്തു ജോസഫിന്റെ ഒരു മൂവിയുണ്ട് മെമ്മറീസ്, അച്ഛൻ കണ്ടിട്ടുണ്ടോ? വല്ലാത്തൊരു ചോദ്യമല്ലേ. നിങ്ങൾ പുരോഹിതന്മാർക്ക് എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്. ഡയലോഗാണോ പറയാൻ വേണ്ടേ? അല്ല, ആ ഒരു വീഡിയോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ കോട്ട്സും കൊണ്ടാണ് മൂവി പൊക്കോണ്ടിരിക്കുന്നത്. അത് എൻഡ് ചെയ്യുന്നതും ഒരു ബൈബിൾ വചനം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അർത്ഥം വെച്ചോണ്ടാണ് സിനിമയുടെ ട്വിസ്റ്റും. അതെ, ഒരു ബിബ്ലിക്കൽ ഫിഗറാണ്. അതെ, ബിബ്ലിക്കൽ മലയിലെ പ്രസംഗം. അതെ. അപ്പം അതില് പൃഥ്വിരാജിനോട് നമ്മുടെ അച്ഛനായിട്ട് നെടുമുടി വേണു സാറ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പം ഈ അച്ഛൻ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ മുന്നിൽ, എന്റെ പോഡ്കാസ്റ്റിന്റെ മുന്നിൽ ഒരു വൈദികൻ, ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഇതിന് മറുപടി. ആദ്യം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം. എന്തിനും ഏതിനും ഒരു ഉത്തരവുണ്ട്. പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് നരകിച്ച് ജീവിക്കുന്ന ഒരു നീതിമാനെ ചൂണ്ടിക്കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ്. കള്ളനും കൊലപാതകയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ
അതിനുമുണ്ട് ഒരു ഉത്തരം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവന്നു. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. പൃഥ്വിരാജ് എത്ര ഇഹ് വെച്ചെന്നാണോ ചോദ്യം? അല്ല, അല്ല, ബാക്കിയാണ് ചോദ്യമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് സാമെന്നല്ലേ അയാളുടെ ക്യാരക്ടറിന്റെ പേരല്ലേ സാം. സാമിന്റെ ലൈഫ്, സാമിന്റെ മുമ്പിൽ കൊടുക്കുന്ന ചോദ്യങ്ങളാണത്. കെന്ന അങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ കടന്നുപോയാൽ കെന്നയും ചോദിക്കും. ഞാൻ അങ്ങനത്തെ ക്രൈസിസുകളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട്. ഞാൻ ഈ ഡയലോഗ് സ്പിരിച്വലൈസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഉത്തരം ഉണ്ടല്ലേ എല്ലാത്തിനും. ചില ഉത്തരങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ്. ഇനി നിങ്ങളെ സഹായിക്കുന്നില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എല്ലാത്തിനും പുരോഹിതന്മാർക്ക് ഉത്തരവില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കുറച്ച് കുഞ്ഞുങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഞാൻ എന്നെ ചെയ്യും, അവരോട് എന്ത് പറയും? എല്ലാത്തിനും ഉത്തരവില്ല. ഇതാ സിനിമയിലെ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും അത് ഒത്തിരി പേർക്ക് റിലേറ്റബിളായിട്ട് തോന്നി. കാരണം ഇപ്പോൾ കെന്ന ഒരു ഇല്ലെങ്കിൽ കെന്നയുടെ ഒരു സുഹൃത്തിനെ എൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അച്ഛാ, ഈ കൊച്ചിനൊരു പ്രശ്നമാണ്, അച്ഛൻ എന്തെങ്കിലും സംസാരിക്കുക. ആ കൊച്ചിനൊരു 10 ലക്ഷം രൂപയുടെ കടമാണ്. ഞാൻ എന്നാ സംസാരിക്കണ്ടേ? എൻ്റെ സംസാരത്തിൻ്റെ ഉത്തരം ഇതാണ്: മനെ ശരിയാകും, അച്ഛൻ പ്രാർത്ഥിച്ചോളാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സി, ആസ് എ പ്രീസ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ട വേറെ? അങ്ങനെ പറയാൻ ഒരാളുള്ളത് ആ കൊച്ചിന് ആശ്വാസമാണെങ്കിൽ വൈ ഡു യു ബ്ലോക്ക് ഇറ്റ്? 10 ലക്ഷം രൂപ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലുക്ക് മാത്രമേ ഉള്ളൂ, റിച്ച് അല്ല. മനസ്സിലായി? ആ കൊച്ചിന് അതൊരു ആശ്വാസമാണെങ്കിൽ. ഇപ്പം ഞങ്ങളുടെ പൈസയുടെ കാര്യത്തിലല്ല, ഭയങ്കരമായിട്ട് ഹേർട്ടായിപ്പോയ ഒരാൾ, ഭയങ്കരമായിട്ട് കീറി മുറിഞ്ഞ ഒരാൾ, അയാൾ ഒരു പുരോഹിതൻ്റെ അടുത്ത് ചെല്ലുന്നു. ആ പുരോഹിതൻ അയാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ: നീ ഒന്ന് പ്രാർത്ഥിച്ചോ, നീ ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു പുരോഹിതനുള്ളത് നല്ലതല്ലേ? ഓപ്ഷനൊന്നും നല്ലത്. അങ്ങനെ ഒരാൾ അവിടെ വേണം, ആരിലൊക്കെ വേണം. ആരും ഇല്ലാത്തവർക്ക് ഒരു സഹായം ആയിട്ട് ഞങ്ങൾക്ക് പുരോഹിതന്മാർക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ഉത്തരവായിരിക്കും. അതെല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്നില്ല. തൃപ്തിപ്പെടുത്താനല്ല പറയണം. അതിൻ്റെ ബാക്കി പിന്നീട് പ്ലേ ചെയ്യണം. ഇപ്പോൾ പ്ലേ ചെയ്യണ്ട, പിന്നീട് സമയമെടുത്ത് പ്ലേ ചെയ്തോളൂ. നെടുമുടി വേണുവിന് അതിനും ഒരു ഉത്തരവുണ്ട്. ആ ക്യാരക്ടർ, ആ അച്ഛനൊരു ഉത്തരവുണ്ട്. ആ ഉത്തരം ഈ അച്ഛനാണ് പിന്നീട് ഈ സാമിനെ സഹായിക്കാൻ പോകുന്നത്, അല്ലേ? അയാൾ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. മദ്യപിച്ച് പിടിച്ചു കയറാൻ പറ്റാത്ത ഒരാളുടെ കയ്യിലോട്ട് അയാളോട് ഒരു കുറച്ച് ഔൺസും ഒരു പെഗ്ഗും കൂടെ കൊടുക്കുന്നുണ്ട്. അയാൾ മനസ്സിലാക്കുന്നു. അതിനേക്കാൾ വലിയ ദൈവികത്വം എന്തുണ്ട്? മനസ്സിലാക്കാൻ പറ്റുന്നു. ഉത്തരം കൊടുത്തല്ലേ പറ്റുള്ളൂ. കെന്ന ഒരാൾ ഒരു രോഗമായിട്ട് വന്നു, നീ മുടിയട്ടെ എന്നാണോ പുരോഹിതൻ പറയണേ? പുരോഹിതനൊരു ഉത്തരവുണ്ട്: ഈ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അല്ലാണ്ട് രോഗിയായ ഒരാളോട് നമ്മൾ വേറെ എന്ത് തിയറിയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? ഞങ്ങൾക്കൊരു ഉത്തരവുണ്ട്, എല്ലാത്തിനും അല്ല. ആ ഉത്തരത്തിൻ്റെ പേര് ഈശോ എന്നാണ്. ഇത് പറഞ്ഞിട്ട് എന്ത് പറയണത് എനിക്ക് സിനിമ ബാക്കിയിലും അയാൾ ഓരോ സിനിമയിലും അങ്ങനത്തെ ചില ചോദ്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യുവേ. സിനിമയിൽ മാത്രമല്ല, പുസ്തകങ്ങളിലും ഒക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ചില ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച് ഒത്തിരി പേര് അതിനെക്കുറിച്ചൊക്കെ സജഷൻസ് ഒക്കെ ഇപ്പോഴും റീലുകളിലൊക്കെ പറയുന്നുണ്ട്. കാരണം അത്ര ബ്യൂട്ടിഫുൾ ഒരു പുസ്തകമാണ്. കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറഞ്ഞ സുന്ദരമായൊരു പുസ്തകം. ബാബു എബ്രഹാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചേട്ടൻ തന്നെ വിളിക്കാൻ, ചേട്ടൻ എന്ന് വിളിക്കണോ സാറെന്ന് വിളിക്കണോ അറിയില്ല, എങ്ങനെ അദ്ദേഹം വിളിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലും എനിക്കറിഞ്ഞില്ല. ഇടുക്കി കമ്പിളികണ്ടം ഒരു കുഞ്ഞു ഗ്രാമമാണ്. അമ്മയും 4 മക്കളും. അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഒരു പ്രൊഫസറാണ്. അത്ര ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഫ്രാൻസിലെ പ്രൊഫസറാണ്. പക്ഷെ ആ കഥയല്ല, ലൈഫ് അത് വായിച്ച് നമ്മൾ കരഞ്ഞ് നമ്മൾ എഴുന്നേക്കും. അതുപോലത്തെ എൻ്റെ പുസ്തകങ്ങൾ ആർക്കും കൊടുക്കില്ല. ഒരു പോസിറ്റീവ് സെൽഫിഷ്നസ് ആണ്. പക്ഷേ എൻ്റെ ആ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ട് ഞാൻ ആദ്യം കൊണ്ടു കൊടുത്തത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കഥ എന്ന് പറഞ്ഞു. ഈ കൽഭരണി ബൈബിളിലെ കാനായിലെ കൽഭരണിയാണ്, ജോൺ ചാപ്റ്റർ 2. അതായത് എംറ്റി ആയിരുന്ന ഒരു സങ്കടം മാത്രം സാധ്യത ഉണ്ടായിരുന്ന ഒരു കൽഭരണി നിറയ്ക്കാൻ വേണ്ടിയിട്ട് മേരി എന്ന് പറഞ്ഞ ആൾ, ഈശോയുടെ അമ്മ, അവിടെ ഒരു റോള് ചെയ്യുന്നതിനെയാണ്. ഈ ബാബു എബ്രഹാം സാറിൻ്റെ അമ്മയുടെ പേര് മേരി എന്നാണ്. ഈ കൽഭരണി ഈ 4 മക്കളാണ്. ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത കടം അപ്പനിട്ടേച്ച് പോകുന്നു. അപ്പം പിന്നെ തിരിച്ചൊന്ന് കുടി, ഇദ്ദേഹം ഒളിച്ചോടേണ്ടി വരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരിടത്തു നിന്ന് സഹായം ലഭിക്കുന്നില്ല. പക്ഷെ അയാളെ പിടിച്ചുയർത്തിയ അയാളുടെ അമ്മയാണ് ഈ കൽഭരണിയിൽ വീഞ്ഞാക്കി മാറ്റിയ അമ്മ. ആ അമ്മയുടെ കഥയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് കൊടുത്തു. അമ്മയുടെ കഥ എന്നാണ്. അതിനകത്ത് സുന്ദരമായ ഞാൻ എന്നോട് കാണുന്ന യൂത്തിനോട് മുഴുവൻ വായിക്കാൻ പറയുന്നുണ്ട് അത്. പക്ഷെ അതിനകത്ത് അച്ഛന്മാർക്കിട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വായിക്കാൻ പറയുന്നുണ്ട്. കാരണം ചില കൊട്ടുകൾ കറക്റ്റാണ്, ചില കൊട്ടുകൾ കറക്റ്റ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ കൊട്ട്. കാരണം ഐ എം നോട്ട് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. അയാൾ അച്ഛനായെന്ന് വിചാരിച്ച് അയാൾ ഹ്യൂമൻ ബീങ് ആണ്. അയാൾ ഇഷ്ടംപോലെ പൊട്ടത്തരങ്ങൾ കാണിച്ചു പോകും.
വാക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ട്, വാക്കുകളിലൂടെ ആൾക്കാരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചില തിരുത്തലുകൾ ആവശ്യമാണ്. എന്നെ പറഞ്ഞ ആ വാക്കുണ്ടോ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത വർഗമല്ല നമ്മൾ. എല്ലാ മനുഷ്യരും കറക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ കറക്ഷൻ വേണം, കാരണം മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഈ പുസ്തകത്തിൽ നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. ബട്ട് എനിക്കത് ഒരു പുരോഗതിനത് വായിച്ചിട്ട് എനിക്കത് സങ്കടം തോന്നിയില്ല. ഓക്കെ, ഇറ്റ്സ് എ വേക്കപ്പ് കോൾ. എനിക്കും ഞാൻ ശ്രദ്ധിക്കേണ്ട, ഞാൻ തെറ്റ് ചെയ്തു എന്നല്ല, ആ തെറ്റ് ഞാൻ ചെയ്യാതിരിക്കാനുള്ളൊരു ഇൻസ്പിറേഷനാണത്. അപ്പോൾ ഈ സിനിമയിലോ ഇല്ലെങ്കിൽ പുസ്തകങ്ങളിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലും നല്ലൊരു ഉത്തരം ഇല്ലെങ്കിൽ ഈ സാം എന്ന ക്യാരക്ടർ മറ്റൊരു ചോദ്യം ചോദിക്കാനില്ല. കാരണം അയാളുടെ ലൈഫ് മുഴുവൻ സീറോയിൽ നിൽക്കുകയാണ്. അച്ഛൻ പറയേണ്ടത് എന്താണ്? മോനെ സാമേ ശരിയാവടാ. അപ്പം അയാൾക്ക് വേറെ ഉത്തരവൊന്നും ഇല്ല. അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഉത്തരം ഇല്ലടോ. എല്ലാത്തിനും ഉത്തരം ഉണ്ടെങ്കിൽ എന്തൊരു ബോറൻ ലൈഫാണത്. എന്നെ ഉദ്ദേശിച്ച രീതിയിലാണോ ഇല്ലെങ്കിൽ എന്നെ എക്സ്പെക്ട് ചെയ്തൊരു ഉത്തരവാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് തോന്നി. നമ്മൾ ഈ സിനിമാ ഡയലോഗുകളും പുസ്തകത്തിലെ ഇതുകളും ഒക്കെ അതിനകത്ത് നമുക്കൊരു കറക്ഷൻ്റെ ആവശ്യം ഇപ്പം എനിക്കായാലും ഏതൊരു വ്യക്തിക്കും അത് എടുക്കുക എന്നുള്ളതാണ്. എടുക്കുക. ഇത് ഞാൻ ആ സിനിമ കണ്ട സമയത്ത് ഓക്കെ എന്നെ അട്രാക്ട് ചെയ്തതല്ല, കാരണം അങ്ങനത്തെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു രീതി എനിക്കില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് ബൈബിൾ വേഴ്സുകളൊക്കെ ഉപയോഗിക്കുകയും അങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. ഈ ലാസ്റ്റ് കണ്ട ഒരു മലയാളം മൂവി ഏതാ? ലാസ്റ്റ് കണ്ടത് ഞങ്ങൾ തുടരും ഇയാൾ എല്ലാ പടം കാണുന്നുണ്ട്. എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ സിനിമകൾ ഇറങ്ങിയില്ലേ? അത് ഓക്കെ, വിച്ച് ലാലേട്ടൻ ഫാൻ വിൽ മിസ് ഇറ്റ് അല്ലേ? അതെങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? അതെ അതെ. ഈ യങ്സ്റ്റേഴ്സ് യങ് ജനറേഷന്റെ മൂവീസ് ഒക്കെ കാണാറുണ്ടോ? വളരെ ചുരുക്കമാണ്. എനിക്കങ്ങനെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട ആരും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പോയി കണ്ട അടുത്ത കാലത്തൊന്നും അങ്ങനെയൊന്നും പോയി കണ്ടിട്ടില്ല. എനിക്കൊന്ന് കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ തുടരും സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അതിന് മുമ്പ് കണ്ടത് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമോ ഒക്കെ മുമ്പിലായിരിക്കും. എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ട്, ഇപ്പം അച്ഛൻ പുരോഹിതനാണ്, വൈദികനാണ്, എപ്പോഴും സന്തോഷമായിരിക്കും, ഇനി ദുഃഖങ്ങളൊന്നും വരാനില്ല. കാരണം എപ്പോഴും യേശുവിനോട് അടുത്താണ് നിൽക്കുന്നത്, അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സങ്കടമില്ല, കാരണം ഒരു തെറ്റുകളും ചെയ്യുന്നില്ല, വേറൊന്നും, എപ്പോഴും ഹാപ്പിയാണ് എന്നൊരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത്. അങ്ങനെ ശരിക്കും പുരോഹിതർ വൈദ്യർക്ക് എപ്പോഴും സന്തോഷം തന്നെയാണോ? പ്രീസ്റ്റ്ഹുഡ് ഹാപ്പിനെസ് ആണ്, ഈ പൗരോഹിത്യം ഹാപ്പിനെസ് ആണ്. ബട്ട് ഈ പ്രീസ്റ്റ് എപ്പോഴും ഹാപ്പി അല്ല. എനിക്ക് സങ്കടങ്ങളുണ്ട്, എനിക്ക് ദുഃഖങ്ങളുണ്ട്, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്ത ക്രൈസിസുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ, ടെൻഷനുകൾ, പഴയ ട്രോമ ഓർമ്മകളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, നമ്മുടെ കോംപ്ലക്സുകൾ എല്ലാം ഉണ്ട്, അൺഹാപ്പിനെസ് ഉണ്ട്. ആസ് എ പ്രീസ്റ്റ് ഐ എം അബ്സല്യൂട്ട്ലി ഹാപ്പി, നോ ഡൗട്ട്. ആസ് എ ഹ്യൂമൻ ബീങ് ഹാപ്പിനെസ്സിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലല്ലോ എപ്പോഴും സംഭവിക്കുന്നേ. നമുക്ക് ഇപ്പോൾ നമ്മൾ നന്മ ചെയ്തിട്ടും ചിലപ്പം ഇടി തിരിച്ചു വരാം. നമ്മൾ ഒത്തിരി ആൾക്കാരെ പിടിച്ചു കയറ്റി ചിലപ്പോൾ ആ പിടിച്ചു കയറ്റിയ ആൾക്കാരെ നമ്മളെ ചവിട്ടി താഴ്ത്തിയേക്കാം. ഒരു ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ സ്ട്രഗിൾസും എല്ലാ അച്ഛന്മാർക്കും ഉണ്ടായിട്ടൊന്നും അറിയില്ല. ഐ ഹാഡ് എൻ്റെ കഴിഞ്ഞ 8 വർഷത്തെ വൈദിക ജീവിതത്തിൽ ഐ ഹാഡ് എ ലോട്ട്. അംറ്റീൻ എണ്ണി തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ കരഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ട്. അൺഹാപ്പിനെസ് ഒത്തിരി തവണ, ഇറിറ്റേഷൻസ് ഒത്തിരി തവണ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര വൾണറബിളായിട്ട് ഒക്കെ പോയിട്ടുണ്ട്. ബട്ട് ആ ബലിപീഠത്തിൽ അതെല്ലാം തീരും. ഈ തിരുശരീരം മുറിക്കുന്ന സമയത്ത് അത് തീർന്നിട്ടുണ്ട്. ബട്ട് ഓർമ്മകൾ അപ്പോഴും ഉണ്ട്, സങ്കടങ്ങൾ, വൈ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല. വേണ്ടാന്ന് ഞാൻ വെച്ചു ചില ഉത്തരങ്ങൾ, കിട്ടുകയല്ലെന്ന് അറിഞ്ഞു ചില കാര്യങ്ങളിൽ. നമ്മുടെ കുഞ്ഞു ജീവിതമല്ലേ, ഈ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, അത് നോട്ട് പോസിബിൾ അല്ലേ. ഏറ്റവും ദുഃഖത്തിലും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ദിവസം കൂടെ നോക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഈ ടെൻഷൻ വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, മനുഷ്യർ കൊണ്ടുവരുന്നതായിരിക്കാം, സാഹചര്യങ്ങൾ കാരണം വരുന്നതായിരിക്കാം. ഇപ്പം ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ദൂരെ കളയാൻ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങൾ. പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ചല്ല കേട്ടോ, ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടേ നമുക്ക് ഒരു തരത്തിലും സപ്പോർട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അത്രയും നേരം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ പോലും ആസ് ഇഫ് ഇറ്റ് നെവർ ഹാപ്പൻഡ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ തിരിഞ്ഞു നിന്ന് കളയും. ആർക്കും വേണ്ട, പിന്നെ എനിക്ക് എന്നത്തിനാടാ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു വോയിസ് ഇതാണ്, ജസ്റ്റ് അനദർ ഡേ, നമുക്ക് നാളെ നോക്കാം, നാളെ അറിയാം, നാളെ ഒന്നുകൂടെ നിൽക്കാൻ തോന്നും. എനിക്ക് എപ്പോഴും അങ്ങനെ ഇതിനെ ഓവർകം ചെയ്തിട്ടുള്ളൂ. ഹാപ്പിനെസ് കിട്ടിയോന്ന് ചോദിച്ചാൽ
എല്ലാ കാര്യത്തിലും ഇല്ല, പക്ഷേ ഇട്ടേച്ച് പോയിട്ടില്ല, പുറകോട്ട് പോയിട്ടില്ല ഒരു കാര്യത്തിലും, ഉറപ്പാണ്. എന്ത് വന്നാലും മുമ്പോട്ട് പോകണം തന്നെയാണ്. കരഞ്ഞിട്ടുണ്ടേ, ഇഷ്ടം പോലെ തവണ കരഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് അമ്മയുടെ മുമ്പിലാണ്, ബാക്കി കർത്താവിൻ്റെ മുമ്പിലായിരിക്കും. ആ കാര്യത്തിൽ മാത്രം കർത്താവിന് ഞാൻ സെക്കൻഡ് പ്ലേസ് കൊടുത്തെന്ന് തോന്നുന്നു. അമ്മയുടെ മുമ്പിലെല്ലാം കരഞ്ഞേ. അമ്മ എൻ്റെ ഒരു കുമ്പസാരക്കൂടായിരുന്നു. എൻ്റെ പാപങ്ങൾ അമ്മയ്ക്കറിയാം, എൻ്റെ കുറവുകൾ അമ്മയ്ക്കറിയാം, ഞാൻ എവിടെയാണ് വൾണറബിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. കുമ്പസാരക്കൂട്ടിൽ ഈശോയ്ക്കും ഇതൊക്കെ അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മയോട് പറയാത്തതായിട്ട് എനിക്കൊന്നും ഇല്ല. അമ്മയോട് പറയാൻ പറ്റാത്തതൊന്നും ചെയ്യരുതെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ, ഭയങ്കര കണക്ഷൻ. ഒരു അമ്മക്കുഞ്ഞാലേ അച്ഛൻ, അമ്മയുടെ എല്ലാം അമ്മക്കുട്ടൻ. അമ്മയോടെന്ന് പറഞ്ഞാൽ അമ്മ മാത്രം ഉള്ളടോ, അതുകൊണ്ടാണ്. ചാച്ചനൊരു 2 വർഷം മുമ്പ് മരിച്ചു. അമ്മയോടാണ് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയത് കുറച്ചധികം നാളുകളായിട്ട്. പ്രത്യേകിച്ച് ഞാനൊരു പ്രീസ്റ്റ് ആയതിനു ശേഷം അമ്മയോട് ഞാൻ കൂടുതൽ അടുത്തു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇത്രയധികം പ്രാർത്ഥിക്കുന്ന, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന വേറൊരു മനുഷ്യജീവി ഈ ഭൂമിയിൽ വേറെ ഇല്ല. എല്ലാ ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ അത്ര ഫ്രം ദ ഹാർട്ട് പ്രാർത്ഥിക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മുട്ടേക്കൊത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ പ്രീസ്റ്റ്ഹുഡ് അമ്മയുടെ മുട്ടയിലാണ്. അതുകൊണ്ട് അമ്മയുടെ അറ്റാച്ച്ഡാണ്. ചാച്ചനോട് ചൈൽഡ്ഹുഡിൽ ഒത്തിരി ക്രൈസിസിൽ വന്നു. ചാച്ചൻ നന്നായിട്ട് ചാച്ചൻ ഒത്തിരി മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ചാച്ചനെ ഒത്തിരി സ്നേഹിച്ച് പൈസ വാരിക്കോരി കൊടുക്കും. ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ ഒത്തിരി അല്ല, ഇപ്പോൾ 2 പേരെ മാത്രമായിട്ട് സ്ഥിരം സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ പറയുമായിരുന്നു ഇത് ശരിയല്ല എന്ന് പറയാറ്. സഹായിക്കുവാണെങ്കിൽ എല്ലാവരെയും സഹായിക്കണ്ടേ, പക്ഷേ ചാച്ചൻ 2 പേരെ സഹായിക്കുള്ളത്. ഒന്ന് ഈ ബാറ് നടത്തുന്നവനെയും പിന്നെ കള്ള് ഷാപ്പ് നടത്തുന്നവനെയും. ചാച്ചൻ എന്തോ അവരെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചാച്ചൻ്റെ ഷേപ്പ് എസ്സാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞാൻ നേരെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ഫണ്ണായിരുന്നു എനിക്കത്. ചാച്ചൻ കുടിച്ചിട്ട് വരുന്നു, ഹാവ് ഐ ക്യു ലൂ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ മോദകനെ ജീരകനെ, ഇതാണ് ചാച്ചൻ്റെ സ്ഥിരം പാട്ട്. സ്കൂളിൽ പഠിപ്പിച്ച ഒരു പദ്യം പോലും നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ചാച്ചൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ബോറിംഗ് ഫോർ മീ. ചാച്ചൻ അച്ചപ്പവും മിച്ചറും ഒക്കെ കൊണ്ടുവരും എന്നാ കുടിച്ചിട്ട് വന്നാലും. ചേച്ചിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അവളുടെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിഞ്ഞങ്ങ് പോയി. ഞാൻ മാത്രമായി വീട്ടിൽ. എൻ്റെ സന്തോഷം മുഴുവൻ അവിടുത്തെ കണ്ടത്തിലെ ക്രിക്കറ്റ് കളി. ഞങ്ങളുടെ കുറച്ച് ഗ്യാങ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുന്നു. പച്ചവെള്ളം പോലും മാത്രം കുടിച്ചിട്ട് പോയി ക്രിക്കറ്റ് കളിക്കുന്നു. ഇതായിരുന്നു ഭയങ്കര സന്തോഷം ചൈൽഡ്ഹുഡിലെ ഏറ്റവും വലിയ. അത്രയും കൂട്ടുകാർ അന്നുണ്ടാകും. ടുഡേ നോ. എനിക്ക് ഇന്നൊരു 3 സുഹൃത്തുക്കളേ ഉള്ളൂ. വളരെ ചൂസിയായി ആ കാര്യത്തിലും. 3 സുഹൃത്തുക്കളേ ഉള്ളൂ എനിക്ക്. അന്ന് അങ്ങനെ അല്ല. എല്ലാവരും ഞങ്ങളുടെ അടുത്തുള്ള മദ്രസയിലെ മുസ്ലിം പിള്ളേരുടെ ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് ആ ഗ്രൂപ്പിൽ കയറെങ്കിൽ 1 രൂപ കൊടുക്കണം. അന്ന് 1 രൂപ വലുതാണ്. വീട്ടിൽ നിന്ന് 1 രൂപ മേടിച്ച് സ്കൂളിൽ എന്തോ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് 10 പേര് ഞങ്ങളുടെ മുസ്ലിം കൂട്ടുകാരാണ്. ഒരുത്തൻ ക്രിസ്ത്യാനി. അവരെൻ്റെ പേരൊക്കെ മാറ്റി ഇസ്മായിൽ നിന്ന്. അന്നായിരുന്നു എൻ്റെ ആദ്യ മതപരിവർത്തനം. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നതല്ലേ നമുക്ക് വലിയ സന്തോഷമല്ലേ. വീട്ടിൽ വരുമ്പോൾ പൊതുവെ അടിയുണ്ടാവും. ചാച്ചൻ കുടിച്ചിട്ട് നല്ല കീറുമായിരുന്നു എനിക്കിട്ട്. അതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചൊറിയുന്ന വർത്താനൊക്കെ പറയും കേട്ടോ. അതുകൊണ്ടായിരുന്നു ചാച്ചനുമായിട്ട് അത്ര നല്ല ബന്ധമായിരുന്നില്ല അന്ന്. ഇറ്റ് വാസ് വെരി ഭയങ്കര കുഴപ്പം പിടിച്ചായിരുന്നു. പക്ഷെ സെമിനാരിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ അധികം കാണുന്നില്ല. പക്ഷെ അവധിക്ക് വരുമ്പോഴത്തേനും ഞാനിങ്ങനെ 2-3 വർഷമൊക്കെ ചാച്ചനോട് പിണങ്ങി, ചാച്ച ഇത് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ഞാനങ്ങ് വീട്ടിലൊക്കെ വന്ന സമയത്തൊക്കെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അമ്മേനെ അത് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ചേച്ചി കാണുമ്പോൾ എന്നെ വഴക്ക് പറയായിരുന്നു, അപ്പനോട് തട്ടിക്കറിയുന്നു. അമ്മയോടും ഞാൻ പറയുന്നു അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷെ അമ്മേനെ തിരുത്തി ഒറ്റ കാര്യത്തേ ഉള്ളൂ, കുടിക്കുന്നുണ്ട് പക്ഷെ അത് നിൻ്റെ അപ്പനാണ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. യു റെസ്പെക്റ്റ് മലയാളത്തിൽ കേട്ടോ, നീ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ എങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അമ്മേനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ചാച്ചൻ മാറും, ചാച്ചൻ്റെ കുടി മാറും. ഞാൻ അമ്മേനെ കളിയാക്കിയിട്ടുണ്ട്, നാണമില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, നാളെ അച്ഛനായവൻ്റെ ആന. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്, അമ്മയ്ക്ക് നാണമില്ലെന്ന് ചോദിച്ചു. അമ്മ എന്നോട് പറഞ്ഞു നാണമില്ല, ഞാൻ മുട്ടുകുത്തി നിൽക്കുന്ന എൻ്റെ അപ്പൻ്റെ മുമ്പിലാണ്, കൈവിരിച്ച് പിടിച്ചേക്കുന്ന എൻ്റെ അപ്പൻ്റെ മുമ്പിലാണ്. ഞാൻ ഒരുത്തൻ്റെ മുമ്പിൽ മുട്ടും കുത്തത്തില്ല, ഒരുത്തൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ അപ്പൻ അനുവദിക്കത്തില്ല. അപ്പൻ ഈശോ. 10-27 വർഷം അമ്മ പ്രാർത്ഥിച്ചു. എനിക്ക് പട്ടം കിട്ടുന്ന ആ സമയങ്ങളാണ് ചാച്ചൻ്റെ കുടിയൊക്കെ നിൽക്കണേ. നിർത്തി. ഇറ്റ് വാസ് എ ബിഗ് മിറക്കിൾ. ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നായിരുന്നു. എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അബ്രപ്റ്റ്ലി സ്റ്റോപ്പിങ് ടിം. ധ്യാനം കൂടിയിട്ടൊന്നല്ല, അമ്മ മുട്ട നിന്നിട്ടാണ്. അമ്മ അങ്ങനെ മുട്ട നിന്നുകൊണ്ട് എസ് പോലെ നിന്ന് ചാച്ചൻ നേരെ നിന്നു. പക്ഷെ കുടി നിർത്തിയപ്പോൾ തന്നെ ചാച്ചൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ചാച്ചൻ കുറച്ചുകൂടെ സ്പിരിച്വൽ ആയെന്ന് തോന്നുന്നു ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ട്. ഞാൻ 29-ാം വയസ്സിൽ അച്ഛനാവുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാച്ചനെ കെട്ടിപ്പിടിക്കണേ.
കെട്ടിപ്പിടിച്ചു, ഒത്തിരി കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചാച്ചൻ്റെ അടുത്ത് കിടന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നുണ്ട്. ബിക്കോസ് ഐ മിസ്ഡ് മൈ ചൈൽഡ്ഹുഡ്. അങ്ങനെ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ചാച്ചൻ റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ ചാച്ചനെ ഞാൻ പോയി കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കുമ്പോൾ ചാച്ചൻ കരയുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ ചൈൽഡ്ഹുഡ് മാത്രമല്ല മിസ്സായത്, ചാച്ചന് ഹീ മിസ്ഡ് ഈസ് ഒരു അപ്പൻ എന്ന നിലയിൽ ചാച്ചന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചാച്ചന് മിസ് ചെയ്തു. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് മേടിച്ച് കോട്ടയം പാമ്പാടിയിലേക്ക് ആദ്യം വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ചാച്ചൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വന്നു. ഞാൻ പറഞ്ഞു ചാച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ചാച്ചൻ്റെ എന്നോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, എനിക്ക് കൂടി നിർത്തണം ഞാൻ ഒത്തിരി മുമ്പേ ആഗ്രഹിച്ച മോനെ, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്. ഫ്രം ദാറ്റ് ഡേ ഓൺവേഴ്സ് എൻ്റെ അപ്പനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. വിട്ടുകൊടുക്കാണ്ട് ഞാൻ സ്നേഹിച്ചു. കണ്ടിന്യൂ. കുഴപ്പമില്ല. സോറി. നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലേ? ചാച്ചനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെയാണ് ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയത്. വഴക്കം അങ്ങനത്തെ ഇതൊന്നും അല്ല, പക്ഷേ എനിക്ക് ഐ ഗോട്ട് ബാക്ക് മൈ ഫാദർ. എൻ്റെ അപ്പായ എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള അതെനിക്ക് ശരിക്കുള്ള നമ്മുടെ ഒന്നാം തരം അപ്പായാണെന്നെല്ലാം കാണിച്ചു തന്നെ. ബട്ട് ഇറ്റ് ഹാഡ് നോട്ട് എ ലോങ് റൺ. ഒത്തിരി ഓട്ടം അത് ഓടാൻ പറ്റിയില്ല. 2022 ഒക്ടോബർ 22 ചാച്ചൻ പെട്ടെന്ന് മരിച്ചു. ഞാൻ കരഞ്ഞില്ല. ഞാൻ നിന്നു. ഞാൻ പിടിച്ചു നിന്നു. എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു 2-3 മാസമായിരുന്നു എൻ്റെ ഒരു വലിയൊരു എംപ്റ്റിനെസ്, ഭയങ്കര ബുദ്ധിമുട്ട്. 2022 ഡിസംബർ 18. കാരണം എന്നെ സങ്കടപ്പെടുത്തിയത് മുഴുവൻ ഇതായിരുന്നു. ഒരു വലിയ ഇൻസിഡൻ്റ് ഉണ്ടായി. കണ്ണൂർ ആസ്ട്രോ മിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചാച്ചൻ്റെ മരണം രേഖപ്പെടുത്തി കൈ കിട്ടുക. അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ പാലായിൽ സെൻറ്റ് തോമസ് കോളേജിൽ യൂത്തിന് വേണ്ടി ഒരു ടോക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. പിള്ളേർ കഴിഞ്ഞ് വർത്താനൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊരു ട്രാവൽ അലവൻസ് പോലെ ഇച്ചിരി പൈസയൊക്കെ എൻ്റെ കയ്യിലൊക്കെ എടുത്തു തന്നു. ഞാനത് തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ, അവർ ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്, അവരുടെ ഫണ്ടിങ് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അവിടെ വന്ന് എല്ലാവർക്കും കൊടുത്തു, അച്ഛൻ മേടിച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം തിരിച്ചു കൊടുത്തിട്ട് ഒരു ഡയലോഗ് രാവിലെ 11:01 പറയണത്. ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് വേണ്ട, എങ്കപ്പ റിച്ച് ഇടാന്ന് പറഞ്ഞു. മൈ ഡാഡി സോ റിച്ച് എന്നാണ്. ഒരു അച്ഛനെന്ന നിലയിൽ അച്ഛൻ്റെ അപ്പൻ ഈശോയാണ്, അപ്പൻ റിച്ചാടാന്ന് പറഞ്ഞു. ചാച്ചൻ്റെ മരണം രേഖപ്പെടുത്തുന്നത് 11:01. മോളിൽ ഇരുന്നിട്ട് ആൾ പറയാണ് നൗ യു പ്രൂവ് ഇറ്റ്. നിൻ്റെ ശരിക്കുള്ള അപ്പം ഞാനടാ നീ പ്രൂവ് ചെയ്യണം. ചാച്ചൻ്റെ മരണത്തിൻ്റെ ഈ ബോഡി കെട്ടണ സമയത്ത് കണ്ണൂർ ആശ്രമം മിംസിൽ നിന്നാണ് ബോഡി കെട്ടണം. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു വലിയ ക്രൈസിസ് അവിടെ ആയിരുന്നേ. പിന്നെ ചാച്ചനെ ഉടുപ്പിക്കാൻ വേണ്ടി മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പുത്തൻ ഉടുപ്പൊക്കെ കൊടുക്കണമല്ലോ. ഞാനാണല്ലോ അപ്കമ്മിങ് കുടുംബനാഥൻ. അപ്പോൾ നേഴ്സ് പറഞ്ഞു പോയി പുതിയ ഉടുപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴെ ലോഞ്ചിൽ പോയിട്ട് ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടും പറഞ്ഞു. അവിടെ കടയിൽ നിന്ന് പെങ്കുഞ്ഞ് എന്നോട് ചോദിച്ചു ഷർട്ടിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു. ബൈബിളൊക്കെ കുത്തിരുന്ന് പഠിക്കുന്ന അച്ഛൻ, നാട്ടുകാരെ മുഴുവൻ ഗുണദോഷിക്കുന്ന അച്ഛൻ, ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലോട്ട് കയറിപ്പോയെ. മകൻ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയി നിൽക്കുന്നൊരു സമയമാണ്. കാരണം അപ്പനെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നന്നായിട്ട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ ചാച്ചൻ്റെ ഷർട്ടിൻ്റെ സൈസ് എനിക്ക് പിടിയില്ല. ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് തോന്നാം, പക്ഷേ എനിക്കതൊരു വലിയ ക്രൈസിസ് ആയിരുന്നു. എൻ്റെ ചാച്ചൻ്റെ ഷർട്ടിൻ്റെ സൈസ് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊച്ചിനോട് പറഞ്ഞു എൻ്റെ ഇത്രേ പൊക്കമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്തായാലും പെർഫെക്റ്റ്ലി ഫിറ്റ്. അതിപ്പോഴും ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോഴും അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പ്രത്യേകിച്ച് അപ്പനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉള്ളൊരു സമയമുണ്ടേ. ആ സമയം നമ്മളിതൊന്നും ആലോചിക്കില്ല. ചിലപ്പോൾ വഴക്കുണ്ടാക്കും, മെക്കിട്ട് കയറും, അനുസരിക്കത്തില്ല, ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കുന്നൊക്കെ പറഞ്ഞു. ബട്ട് ദർ വിൽ കം എ ടൈം, നിങ്ങളുടെ വിളിപ്പാടകലെ നിങ്ങൾ കൈ നീട്ടുമ്പോഴൊന്നും അവരില്ലാത്തൊരു സമയം ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. നമുക്ക് അപ്പോഴും കൂട്ടുകാരുണ്ടാവേ, ചിലപ്പോൾ അപ്പോഴും ജീവിത പങ്കാളി ഉണ്ടാവും, അപ്പോഴും മക്കളുണ്ടാവും. പക്ഷെ വൺസ് യു മിസ് യുവർ പേരൻസ് ഭയങ്കരമാണ്. എല്ലാവർക്കും ഒരു പേരൻ്റൽ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്നെ സംഭവിച്ചാലും ഞാനും കെന്നയും നമ്മൾ ആരെങ്കിലും എന്ത് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ചെന്നാലും അവസാനം നമുക്ക് കയറി ചെന്ന് തലയായിക്കാൻ പറ്റുന്ന ആ മടി, ആ ഒരു സ്പിരിച്വൽ പില്ലോ നമ്മുടെ അപ്പനും അമ്മയും മാത്രമാണ്. അവർ കുറ്റം പറയത്തില്ല. ചിലപ്പോൾ കിഴുക്കുമായിരിക്കും എന്നാടാ കൊച്ചാന്ന് ചോദിക്കാൻ, പക്ഷേ അവർ നമ്മളെ ചേർത്ത് പിടിക്കും. അതല്ലേ നമുക്കുള്ള ഏറ്റവും വലിയ ട്രഷർ.
ഇപ്പോൾ ചിലപ്പോൾ അവർ പറയുന്നത് നമ്മുടെ അത്ര വിദ്യാഭ്യാസം ഇല്ല, നമ്മുടെ അത്ര ഇതില്ല, അതൊക്കെ നമ്മൾ പറയും. ബട്ട് യു മിസ് ദം. ദ ബിഗ്ഗസ്റ്റ് മിസ്സിങ്, അതൊരു ഹ്യൂമൻ മിസ്സിങ് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നത് അവിടെ ആയിരിക്കും. അപ്പനെ അമ്മേനെ മിസ് ചെയ്യുന്നത്. 2-3 മാസം എനിക്കത് ഉണ്ടായി. 2022 ഡിസംബർ 18 വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു അർജൻറ്റീനയ്ക്ക് വേണ്ടി. മറഡോണയെ അറിയുന്ന കാലം മുതൽ, ബാറ്റിസ്റ്റൂട്ടെ ഫോളോ ചെയ്ത കാലം മുതൽ, മെസ്സിയെ കണ്ടുമുട്ടിയ കാലം മുതൽ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു വേൾഡ് കപ്പ് കിട്ടണം. ആൻഡ് യു റിമെമ്പർ ദാറ്റ് ഡേ 2022 ഡിസംബർ 18. അന്ന് വൈകിട്ട് പാമ്പാടിയിലും മണർകാടും ഞങ്ങളുടെ ഏരിയ ഏറ്റുമാനൂർ കോട്ടയത്തൊക്കെ വലിയ ഫ്ലെക്സ് വെച്ച് നമ്മുടെ പിള്ളേർ, അല്ല ഫ്ലെക്സല്ല, സ്ക്രീനൊക്കെ വെച്ച് നമ്മുടെ പിള്ളേർ ഫുട്ബോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അപ്പനെ തിരിച്ചു കിട്ടിയ രാത്രിയായിരുന്നു. മെസ്സി വേൾഡ് കപ്പ് പോക്കുന്നതിനെക്കാട്ടും ഹാപ്പിനെസ്സിൽ ഞാൻ വേൾഡ് കപ്പ് പോക്കി. എന്നാണെന്നറിയോ, അന്ന് എരുമേലി ആ CC നഴ്സിംഗ് കോളേജിൽ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. എൻ്റെ കൂടെ പാട്ട് പാടുന്നൊരു ചേട്ടൻ ആൽബി എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്ത് മനസ്സിൽ കണ്ടോ അത് പുള്ളി പാടിക്കളയും, അത്രയും സിങ്കാണ്. അപ്പോൾ ആൽബി ചേട്ടൻ്റെ അപ്പച്ചൻ അന്ന് പാലാ മരിയൻ ഹോസ്പിറ്റലിൽ മേലാണ്ട് കിടക്കാണ്. ഇപ്പം ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ വർത്താനം പറയും. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ആൽബി ചേട്ടൻ്റെ അപ്പച്ചൻ മേലാണ്ട് കിടക്കുന്നു, പക്ഷെ അപ്പോഴും ധ്യാനത്തിന് പോകണം, ഒരു ഇതില്ല, കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് കൂടെ നിൽക്കണം. ഞാൻ ചാച്ചനെ മിസ് ചെയ്തൊരു 3 മാസമായിട്ട് നിൽക്കുന്നു. ഞാൻ ആൽബി ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ചാച്ചനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം ആൽബി ചേട്ടാ, എനിക്കിപ്പോൾ കത്തി വെക്കാൻ ഒരാളില്ല. ചാച്ചനോട് കൂട്ടുകൂടി കഴിഞ്ഞിട്ട് പിന്നെ അതായിരുന്നു, മണിക്കൂറുകൾ കത്തിവെക്കലാണ്. ചാച്ചന് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ലൊട്ടടിച്ചുകൊണ്ടിരിക്കുക തന്നെ. വേറെ ആരോടും നമ്മളങ്ങനെ മിണ്ടുന്നില്ല. ചാച്ചന് ഇതിങ്ങനെ, ചാച്ചനും അങ്ങനെ തന്നെ അധികം ആരോടും മിണ്ടുന്നില്ല. ഞങ്ങൾ ഭയങ്കര വർത്താനം. എന്നൊക്കെ പറഞ്ഞാൽ ഓസോൺ പാളിയിലെ വിള്ളൽ, അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൾ, പിന്നെ പക്ക ലോക്കൽ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് മിസ് ചെയ്തു. അമ്മ എപ്പോഴും അവിടെ ഉണ്ട്, എന്നെ കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും ഒക്കെ. പക്ഷേ ചാച്ചനെ മിസ് ചെയ്തിരുന്നു. ആൽബി ചേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ അപ്പൻ എവിടെയും പോയിട്ടില്ലെന്നാണ്, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോഴും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആ ആൽബി ചേട്ടൻ 2 വരി പാടി. ഞാൻ ചാച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞതെന്നാണ്. അത് ചാച്ചൻ മിസ് ചെയ്തതിൻ്റെ കരച്ചിലല്ലായിരുന്നു. അപ്പം പോയാലും ഒരാൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു: കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തിനി കുഞ്ഞാടെ, നിന്നിൽ ഞാൻ കാണുന്ന എൻ്റെ അപ്പായെ. ആൽബി ചേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ അപ്പൻ എവിടെയും പോയിട്ടില്ലെന്ന്, ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. പെയിൻ ഉണ്ടായോ എന്ന് ചോദിച്ചല്ലേ തുടങ്ങിയ. ഒരുപക്ഷെ ഞാൻ ഏറ്റവും പൊട്ടിക്കരഞ്ഞത് അപ്പോഴായിരിക്കും. പക്ഷെ അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു പുരോഹിതൻ കരയാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ് ആരാധനയുടെ മുമ്പിൽ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കമിഴ്ന്ന് കിടന്ന് മുട്ടുകുത്തി നിന്ന് തലയും കുത്തി പള്ളിക്കൂടെ എഴുന്നേറ്റ് നടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഉത്തരം കിട്ടിയിട്ടില്ല പലതിനും, ബട്ട് ഹീ സ്റ്റിൽ ദെയർ. അതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ അച്ഛൻ വന്നത്, അച്ഛൻ്റെ എന്നായിരുന്നു പണ്ടത്തെ വീഡിയോസിലൊക്കെ കുഞ്ഞിടവക എന്നാണ് വന്നത്, ചെറിയൊരു ഇടവക. ആ ചെറിയൊരു ഇടവക ഇന്ന് ലോകമെമ്പാടും അറിയുന്ന എന്താ പറയുക, ഒരു വിശുദ്ധ നാടായി, അതെ, വലിയ അത്ഭുതം നടന്നു, വിശുദ്ധ നാടായി മാറിയിരിക്കുന്നു, വിശുദ്ധ പള്ളിയായി മാറിയിരിക്കുന്നു. അപ്പം വിളക്കുന്നൂരല്ലേ, വിളക്കുന്നൂർ പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ട് അത് ഭയങ്കര ഇപ്പം എന്താ പറയുക, എങ്ങൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് വരുന്നോണ്ടിരിക്കുന്നത്. ഡെയിലി അവിടെ ഇപ്പം 5-6 കുർബാനകളാണ്. എന്ത് തോന്നുന്നു ഒരു ഇടവകക്കാരൻ എന്ന നിലയിലും? ഒത്തിരി സന്തോഷവും അതിനെക്കാട്ടും വലിയൊരു ആനന്ദമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ആ പള്ളി ഒരു 5 പൈസ നാണയത്തിൻ്റെ ഷേപ്പിലാണ് ആ പള്ളി ഇരിക്കണേ. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ എന്ന് പറഞ്ഞൊരു കുഞ്ഞിടവകയാണ്. 5 പൈസയുടെ ഷേപ്പ്, പഴയ 5 പൈസയുടെ ഷേപ്പിലാണ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് 5 പൈസ നാണയത്തിൻ്റെ ഷേപ്പിലുള്ള പള്ളിയിലേക്ക് ആൾക്കാർ വരും. അത് ഇന്ത്യയിലെ ആ ഒരു യൂക്കറിസ്റ്റിക് കോൺഗ്രസിൻ്റെ സ്പേസ് ആയിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് അതിനെക്കുറിച്ചുള്ള ഒത്തിരി വീഡിയോസൊക്കെ അവൈലബിൾ ആണ്, ഇപ്പോൾ കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന, ആ അത്ഭുതം അവിടെ മാത്രം നടക്കുന്നതല്ല, എല്ലാ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്ന അത്ഭുതമാണ് ഈശോയുടെ സാന്നിധ്യം. ഈശോയുടെ സാന്നിധ്യം ശരിക്കും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പല സമയങ്ങളിലായിട്ട് സഭയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു അത്ഭുതമാണ്. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന്, അതായത് തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ദ ഫസ്റ്റ് ടൈമാണ്. അപ്പം അത് ഇൻ്റർനാഷണലി അത്ര വലിയ ഒരു കാര്യമാണ്. ഒരു ഹോൾ ചർച്ചിനെ നോക്കിയാൽ തന്നെ ഭയങ്കരമായൊരു ഇടവക്കാരൻ നിലയിൽ എനിക്കെന്തൊരു സന്തോഷമാണെന്നുള്ളത് വെച്ചാൽ, ഞാൻ മാമോദീസ മുങ്ങിയത് മുതൽ തിരുപ്പട്ടം സ്വീകരിച്ച വരെയുള്ള എല്ലാ കൂദാശകളും സ്വീകരിച്ച സ്ഥലമാണ്. ഞങ്ങളുടെ പള്ളിയിൽ അത് ഔദ്യോഗികമായിട്ട് പ്രതിഷ്ഠിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹം അവിടുത്തെ വികാരിച്ചൻ തോമസ് അച്ഛനെ, കീഴാരത്തിൽ തോമസ് അച്ഛനെ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവിടുത്തെ ഇത് പ്രതിഷ്ഠിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആരാധന ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചത്. എന്താ ആ കംപ്ലീറ്റ് നൈറ്റ് അഡോറേഷൻ ആയിരുന്നു. എന്നിട്ട് രാവിലെ 5 മണിക്കിട്ടുള്ള ആദ്യത്തെ കുർബാനയും അച്ഛൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് അതിന് വലിയൊരു സന്തോഷം വരുന്നു. പള്ളി അതുകൊണ്ട് അത്രയും ഇപ്പോഴും ഒത്തിരി ആൾക്കാർക്ക് വരാവുന്ന ഒരു സ്ഥലമാണ്. അതെ, ഞങ്ങളിനി പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത മാസം കണ്ണൂർ പോകുമ്പോൾ എന്തായാലും പോകണം.